Greetings to you all in the name of our Lord and Savior Jesus Christ. നമ്മുടെ കർത്താവായ യേശുവിന്റെ മാധുര്യ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വന്ദനം അറിയിക്കുന്നു. God has brought us to another Sunday to be in His presence to worship Him. ദൈവത്തെ ആരാധിപ്പാനായിട്ട് ഒരു ഞായറാഴ്ച കൂടി ദൈവം നമ്മെ തന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. Let me greet the birthday celebrants of the week. ഈ ആഴ്ചയിലെ ബർത്ത്ഡേ ആഘോഷിക്കുന്നവരെ ഞാൻ വന്ദനം ചെയ്യട്ടെ. A very happy birthday to Joel Verghese, who is celebrating his birthday on July 5th. ജൂലൈ 5th ജന്മദിനം ആഘോഷിക്കുന്ന ജോയൽ വർഗീസിന് വളരെ നന്നായ ഒരു ജന്മദിനാശംസകൾ നൽകുന്നു. Also to Christine Matthew on July 5th. അതുപോലെ ക്രിസ്റ്റീൻ മാത്യു ജൂലൈ 5th ജന്മദിനം ആഘോഷിക്കുന്നു, തന്നെയും വന്ദനം ചെയ്യുന്നു. God bless both these kids and make them a blessing to their family and to the church. രണ്ട് പൈതങ്ങളെയും ദൈവം അനുഗ്രഹിക്കുകയും അവരുടെ കുടുംബത്തിനും സഭയ്ക്കും അവർ അനുഗ്രഹമായി തീരുകയും ചെയ്യട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. Many a times before any activity or major happening, there's something called forewarning. വലിയ പ്രത്യേകമായ ഒരു പ്രവർത്തനമോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നതിന് മുമ്പേ സാധാരണയായി മുന്നറിയിപ്പ് എന്ന് പറയുന്ന രീതിയിൽ ഒരു കാര്യം നാം പറയാറുണ്ട്. Which would be much ahead, probably weeks or months before the happening. അത് സംഭവിക്കുന്നതിന് വളരെ മുൻകൂട്ടി ആയിരിക്കാം അതൊരു പക്ഷെ അറിയിക്കുന്നത്. And then as we get closer, the same message is like a warning to us. എന്നാൽ സംഭവത്തോട് നാം കൂടുതൽ അടുത്ത് വരുമ്പോൾ അതേ സന്ദേശം തന്നെ ഒരു മുന്നറിയിപ്പ് പോലെ വീണ്ടും തരുന്നു. And depending on how we take it seriously, we take precautions to face the event. നാം അതിനെ എത്ര ഗൗരവമായി എടുക്കുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് അതിനെ നാം അഭിമുഖീകരിക്കുവാനായിട്ട് നാം തയ്യാറെടുപ്പ് ചെയ്യുന്നത്. Sometimes we can't do anything when the event or the activity happens. എന്നാൽ ചില സമയങ്ങളിൽ ആ സംഭവം സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ ആ പ്രവൃത്തി ചെയ്യുമ്പോൾ നമുക്കൊന്നും തന്നെ ചെയ്യാൻ കഴിയില്ല. And we have done it, and what can happen is when we realize that it's mistake, we can regret through the life or through the days that we have. ആ പ്രവൃത്തി സംഭവിച്ചു കഴിയുമ്പോൾ അതൊരു തെറ്റായ സംഭവമായിരുന്നു എന്ന് മനസ്സിലായി കഴിയുമ്പോൾ വരും ദിനങ്ങളിൽ അതിനെ ഓർത്ത് ദുഃഖിക്കുവാൻ നമുക്ക് കഴിയും. And this happens with everybody's life. സാധാരണ നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങളിൽ സംഭവിക്കാറുള്ളതാണ്. And today I want to bring a person before you very familiar for us, but I see him as a hero who restored his position. നമുക്ക് വളരെ പരിചിതനായ ഒരു വ്യക്തിയെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് രാവിലെ പരിചയപ്പെടുത്താം. നിങ്ങൾക്കൊക്കെ വളരെ സുപരിചിതനാണ്. ഞാൻ നിങ്ങളുടെ മുമ്പിലെ ഒരു തന്റെ സ്ഥാനത്തിലേക്ക് പുനഃസ്ഥാപിക്കപ്പെട്ടതായ ഒരു വീരനെയായിട്ടാണ് ഞാൻ അറിയിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. And I want to bring the message that it's a restoration of an individual's life. ഒരു വ്യക്തിയുടെ ജീവിതം എങ്ങനെ പുനഃസ്ഥാപിക്കപ്പെട്ടു എന്നുള്ള ഒരു സന്ദേശമാണത്. He probably was at the rock bottom of what he should not have been done. താൻ ചെയ്യരുതാത്ത കാര്യത്തിന്റെ ഏറ്റവും അടിസ്ഥാനമായതിന്റെ നെല്ലിപ്പലക വരെയും ചെയ്ത ഒരു വ്യക്തിയാണ്. I would say he is a man who was far less than what he should have been. താൻ ഏത് രീതിയിലായി തീരണമായിരുന്നു അതിൽ നിന്ന് വളരെ താഴ്ന്ന ഒരു അവസ്ഥയിലായി തീർന്ന ഒരു മനുഷ്യനാണ്. And in Old Testament there are only two people about whom the angel of the Lord predicted of his birth. ഒരു വ്യക്തിയുടെ ജനനം ദൈവദൂതൻ മുൻകൂട്ടി വന്ന് അറിയിച്ച രണ്ട് വ്യക്തികളെ മാത്രമേ പഴയ നിയമത്തിൽ നമുക്ക് കാണുവാൻ കഴിയുള്ളൂ. One is the son born to Abraham and Sarah. ഒന്ന് അബ്രഹാമിനും സാറായിക്കും ജനിച്ചതായ പുത്രൻ. And the next was Samson's birth was pre-announced to his parents. അതുപോലെ തന്നെയായിരുന്നു ശിംശോന്റെ ജനനവും തന്റെ മാതാപിതാക്കളോട് മുൻകൂട്ടി ദൈവദൂതൻ അറിയിച്ചിരുന്നു. And he was being born for a very definite purpose. ഒരു പ്രത്യേകമായ ഉദ്ദേശത്തോടുകൂടി ജനനം ലഭിച്ചതായ ഒരു വ്യക്തിയായിരുന്നു ശിംശോൻ. I want each one of us to be reminded that our birth in this world is not accidental by any stroke of imagination. ഞാൻ നിങ്ങളെയൊക്കെയും ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഈ ഭൂമിയിൽ നാം ജനിച്ചു എന്ന് പറയുന്നത് യാദൃച്ഛികമായി സംഭവിച്ചതായ ഒരു സംഭവമല്ല. It's a foreplan of God that we each of us are in this world. ദൈവത്തിന്റെ മുൻ നിർണയപ്രകാരമുള്ള ഒരു കാര്യമായിരുന്നു നാം ഓരോരുത്തരും ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കണം എന്നുള്ളത്. Some of us may not be as good looking, capable of or able like many others around us. നമ്മിൽ പലരും ഒരുപക്ഷെ മറ്റുള്ളവരെ പോലെ അതേ കാഴ്ചയ്ക്ക് സുമുഖനോ അല്ലെങ്കിൽ കഴിവുള്ളവരോ കാര്യങ്ങൾ ചെയ്യുവാൻ പ്രാപ്തിയുള്ളവരോ ആയിരിക്കണമെന്നില്ല. But I want to remind each of you at the outset, our birth is within the foreplan and the blueprint of God for the universe. എന്നാൽ നിങ്ങളെ എല്ലാവരെയും ആദ്യമേ തന്നെ ഞാൻ പറയട്ടെ, നമ്മുടെ ഓരോരുത്തരുടെയും ജനനം എന്ന് പറയുന്നത്
ദൈവത്തിന്റെ മുൻനിർണയ പ്രകാരം അവന്റെ രൂപരേഖയ്ക്ക് അനുസരിച്ചുള്ളത് മാത്രമാണ്. There are talented set of people around us. നമുക്ക് ചുറ്റും കഴിവുള്ളവരായ ഒരു കൂട്ടം ജനങ്ങളുണ്ട്. There are multi-talented people amongst us. വിവിധ തരത്തിലുള്ളതായ കഴിവുകളുള്ളവർ നമ്മുടെ മധ്യത്തിലുണ്ട്. At the same time, we have to recognize there are people who are differently abled amongst us. അതേസമയം തന്നെ നാം മനസ്സിലാക്കണം, ഭിന്നമായ രീതിയിലുള്ള ശേഷികളുള്ളതായ വ്യക്തികൾ നമ്മുടെ മധ്യത്തിലുണ്ട്. And we have to recognize them as a significant person in this world. നാം മനസ്സിലാക്കേണ്ട, നാം എല്ലാവരും ഒരേ രീതിയിലെ ഈ ഭൂമിയിലെ പ്രത്യേകതയുള്ളതായ വ്യക്തികളാണ്. Samson came into this world predicted by the Lord to have a consecrated life. വിശുദ്ധകരമായ ഒരു ജീവിതം ചെയ്യുവാനായി ദൈവത്താല് മുന്നറിയിക്കപ്പെട്ട് ഭൂമിയിലേക്ക് വന്ന ഒരു വ്യക്തിയായിരുന്നു ശിംശോൻ. In the book of Judges, we see Samson is not a man of character. സ്വഭാവ വിശേഷമുള്ള ഒരു വ്യക്തിയായിട്ടല്ല ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നാം ശിംശോനെ കാണുന്നത്. He has his own weaknesses. തന്റേതായ ബലഹീനതകളുള്ള വ്യക്തി. But the worst part is this weakness hampered his plan for the Lord in his life. തന്റെ ജീവിതത്തിൽ ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കുവാനുള്ള പ്രവൃത്തികൾക്ക് തടസ്സമായി ഈ ബലഹീനതകൾ തീർന്നതായിട്ട് നമുക്ക് കാണാം. Some of us may not like the term that I would use. Sins came into his life. ഞാനൊരു പറയുന്നതായ പദം ഒരുപക്ഷെ നിങ്ങൾക്ക്, നമ്മളിൽ പലർക്കും ഒരുപക്ഷെ സന്തോഷകരമെന്ന് തോന്നുകയില്ല. പാപം അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. In the last few days, I was involved with some groups interacting on different issues. വിവിധ വിഷയങ്ങളെ പറ്റി ഇന്ററാക്ട് ചെയ്യുന്നതായ ചില ഗ്രൂപ്പുകളുമായിട്ട് കഴിഞ്ഞ ചില ദിവസങ്ങളിൽ എനിക്ക് ബന്ധപ്പെടേണ്ടി വന്നു. And in one of the group, when I said this is because of the sin of the man, അതിലൊരു കൂട്ടരോട് ഇത് മനുഷ്യന്റെ പാപം മൂലമാണ് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ, and there were a couple of people who got so irritated and agitated when I said there is sin in man. മനുഷ്യനിൽ പാപമുണ്ട് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അത് ചില വ്യക്തികളിലെ വളരെയധികം അവർക്ക് ക്രോധമോ അല്ലെങ്കിൽ അവർക്ക് ദേഷ്യമോ ഉളവാക്കിയതായിട്ട് എനിക്ക് കാണാൻ കഴിയും. Let me tell you, they are not non-Christian friends, they are Christians who don't want to recognize that there is sin in human being. അത് അക്രൈസ്തവരായ വ്യക്തികളല്ല, ക്രിസ്ത്യാനികളായ വ്യക്തികളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. മനുഷ്യനിൽ പാപമുണ്ടെന്നുള്ള കാര്യം അംഗീകരിക്കുവാൻ അവർക്ക് പ്രയാസം. But the Bible which I hold in my hand is very powerfully saying that man is born into sin. എന്നാൽ ഞാൻ എൻ്റെ കരങ്ങളിൽ വഹിക്കുന്ന ഈ വേദപുസ്തകം വളരെ ശക്തമായി പറയുന്ന ഒരു കാര്യമാണ്, മനുഷ്യൻ പാപത്തിൽ ജനിച്ചവനാണ്. And so God knows that he is weak in his character, that he is potential of falling into sin. ഈ വ്യക്തി ബലഹീനനായതുകൊണ്ട് പാപത്തിലേക്ക് വീഴുവാൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യം ദൈവത്തിന് മുൻകൂട്ടി അറിയാം. Quickly building up the context for my sermon. എൻ്റെ സന്ദേശത്തിൻ്റെതായ പശ്ചാത്തലം ഞാൻ ഒരുക്കട്ടെ. He was deceived by an ungodly woman and he fall into sin. ദൈവമില്ലാത്ത ദുഷ്ടമായ ജീവിച്ച ഒരു സ്ത്രീയാല് വഞ്ചിക്കപ്പെട്ട് പാപത്തിലേക്ക് താൻ വീഴുവാനിടയായി. The name mentioned is Delilah in Bible. വേദപുസ്തകത്തിൽ ദലീല എന്ന് പറയുന്നതായ ഒരു പേര്. He revealed to her the secret of his strength. തന്റെ ശക്തിയുടേതായ രഹസ്യം എന്തെന്നുള്ളത് താൻ അവളോട് വെളിപ്പെടുത്തുവാനിടയായി. Samson didn't knew that it is not his strength but it is a delegated strength to him. എന്നാൽ ശിംശോൻ അറിഞ്ഞുകൂടായിരുന്നു അത് തന്റെ സ്വയമായുള്ള ശക്തിയല്ല, തന്നിൽ ദൈവം പകർന്നു കൊടുത്ത ശക്തിയാണെന്നുള്ള കാര്യം. He thought that it is me doing these things. താൻ വിചാരിച്ചത് ഞാനാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. It is my strength by which I can smite down Philistines, how many ever they are. ഫിലിസ്തീർ എത്രയായിരുന്നാലും എന്റെ സ്വന്തം ശക്തി കൊണ്ടാണ് എനിക്ക് അവരെ നശിപ്പിക്കുവാനായിട്ട് കഴിയുന്നത്. Whatever kind of power that pressurizes me, I can break it loose because of my strength, is what Samson thought. എന്തൊക്കെ ശക്തികളെ എന്നെ സമ്മർദ്ദത്തിലാഴ്ത്തി ബന്ധിക്കുവാൻ ശ്രമിച്ചാലും എനിക്ക് അതിനെ തകർക്കുവാൻ കഴിയും, കാരണം അത് എന്റെ ശക്തിയാണെന്നാണ് ശിംശോൻ വിചാരിച്ചത്. A very typical character of the world today. ഇന്നത്തെ ലോകത്ത് നാം നോക്കിയാൽ കാണുന്ന സ്വാഭാവികമായി കാണുന്ന ഒരു വ്യക്തിത്വം. With all the advancement of knowledge and technology and every other factors, man tends to think that it is I who am doing it. ടെക്നോളജിയുടെയും അറിവിന്റെയും എല്ലാ പ്രകടനം മനുഷ്യനിൽ വന്നിരിക്കുന്നത് കൊണ്ട് മനുഷ്യൻ വിചാരിക്കുന്നത് ഞാൻ എന്റെ സ്വന്തം കഴിവ് കൊണ്ടാണ് ഇതൊക്കെയും ചെയ്യുന്നത്. I studied, I worked hard and I made my career. ഞാൻ പഠിച്ചു, ഞാൻ നന്നായിട്ട് അധ്വാനിച്ചു, അതുകൊണ്ട് ഞാൻ എന്റെ കരിയർ വികസിപ്പിക്കുവാനിടയായി.
I worked hard and I climbed up the ladder of corporate ladder. ഞാൻ കഠിനമായി അധ്വാനിച്ച് കോർപ്പറേറ്റിലെ ലെവലിലുള്ളതായ ഉന്നതിയിലേക്ക് ഞാൻ കരയേറിപ്പോയി. So when there is a disappointment in his life, he shattered. അതുകൊണ്ട് തന്റെ ജീവിതത്തിൽ ഒരു നിരാശ കടന്നു വന്നു കഴിഞ്ഞപ്പോൾ താൻ തകർന്നു പോകുവാനിടയായി. But Samson hardly understood that his power is because of his consecration and not because of his strong muscles and his bones that he has. ശിംശോന് മനസ്സിലാകുവാൻ കഴിയാതിരുന്നതായ ഒരു കാര്യം എന്തെന്ന് ചോദിച്ചാൽ തൻ്റെ ശക്തി എന്ന് പറയുന്നത് ദൈവസന്നിധിയിൽ താൻ വിശുദ്ധീകരിക്കപ്പെട്ടതുള്ളത് കൊണ്ടുള്ളതാണ്, അല്ലാതെ തൻ്റെ ശരീരത്തിൻ്റെതായ മാംസപേശികളോ അല്ലെങ്കിൽ അങ്ങനെയുള്ളതായ ശക്തിയല്ല. His power is in being consecrated for the Lord. ദൈവത്തിന് വേണ്ടി താൻ വിശുദ്ധീകരിക്കപ്പെട്ടവനായതിനാലാണ് തനിക്ക് ശക്തിയുള്ളത്. I mean, consecration is a term that is used everywhere. വിശുദ്ധീകരണം, കോൺസെക്രേഷൻ എന്ന് പറയുന്ന ആ പദം എല്ലായിടത്തും ഉപയോഗിക്കുന്ന ഒരു പദമാണ്. You know, it's not a purely a very religious, so to say. അതൊരു ആത്മീയ, ഒരു മതപരമായ ഒരു അർത്ഥത്തിലല്ല അത് അവിടെ നാം മനസ്സിലാക്കേണ്ടത്. It's a dedication by will and mind to say that I am submitted only to that thing. പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ഹിതത്തോടുകൂടെ ദൈവം സമർപ്പിക്കപ്പെട്ടിട്ട് ഞാൻ ആ ഒരു കാര്യം മാത്രമേ ചെയ്യുകയുള്ളൂ എന്നൊരു തീരുമാനം എടുക്കുന്നതാണ് കോൺസെക്രേഷൻ എന്ന് പറയുന്നത്. But in this case, Samson was understood, made to understand that his life is not like everybody's life. എന്നാൽ ഇവിടെ സംശോനെ മനസ്സിലാക്കുവാനായി ദൈവം ശ്രമിക്കുന്നത് തന്റെ ജീവിതം മറ്റുള്ളവരുടെ ജീവിതം പോലെയല്ല. Much before he was born into this world, ഈ ഭൂമിയിൽ താൻ ജനിക്കുന്നതിന് വളരെ മുമ്പ് തന്നെ, much before his parents thought that he would be born to them, അവർക്ക് താൻ മകനായി ജനിക്കുമെന്ന് തന്റെ മാതാപിതാക്കൾ വിചാരിക്കുന്നതിനേറെ മുമ്പ് തന്നെ, parameters of his limitations were set by the Lord. അവന്റെ പരിമിതികൾ എന്ന് പറയുന്നത് ദൈവം അതിനു മുമ്പ് തന്നെ അതിന്റെ മാനദണ്ഡങ്ങൾ നിയമിച്ചതാണ്. Today I want to tell you, brothers and sisters, there is amazing power in consecration of our life. നമ്മുടെ ജീവിതം ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട വിശുദ്ധീകരിക്കപ്പെട്ട അവസ്ഥയിലാകുമ്പോൾ വലിയ ശക്തി അതിലുണ്ടെന്ന് പ്രിയ സഹോദരങ്ങളെ നാം മനസ്സിലാക്കണം. Our forefathers, they prayed and they got things in their lives. നമ്മുടെ പൂർവ്വപിതാക്കന്മാർ അവർ പ്രാർത്ഥിച്ച് അവരുടെ കരങ്ങളിൽ അവർ ആവശ്യങ്ങൾ നേടിയെടുത്തു. Not because many of them were prayer warriors. അവരിൽ അനേകരും വലിയ പ്രാർത്ഥനാ വീരന്മാരായിരുന്നത് കൊണ്ടല്ല. They were not big preachers. അവർ വലിയ പ്രസംഗകരായിരുന്നില്ല. They were not big prayer, they didn't spend extended time of prayer every time. എല്ലാ സമയം ദീർഘസമയം അവർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു വന്നില്ല. But there is two terms that I want to use at this point. ഈ സമയത്ത് നിങ്ങളോട് വിശദീകരിക്കാൻ ഞാൻ ഒന്ന് രണ്ട് പദങ്ങൾ ഉപയോഗിക്കട്ടെ. They maintained holiness and they kept themselves separated from the world. അവരെ വിശുദ്ധി അവരുടെ ജീവിതത്തിൽ സൂക്ഷിക്കുകയും ലോകത്തിൽ നിന്ന് വേർപെട്ടിരിക്കുന്നതായ ഒരു അനുഭവം അവർ പാലിക്കുകയും ചെയ്തു. And each of them did this or implemented holiness and separation in their life in the way they felt was honoring the Lord. ദൈവത്തെ എപ്രകാരം ബഹുമാനിക്കുമെന്ന് അവർക്ക് മനസ്സിലായോ ആ രീതിയിൽ വിശുദ്ധീകരണവും ലോകത്തിൽ നിന്നുള്ള വേർപാടും അവരവരുടെ ജീവിതത്തിൽ പാലിച്ചു. Whether it be interaction with people, മറ്റുള്ളവരുമായുള്ള ബന്ധത്തിലോ, whether it be their apparel, their dresses, the way they live their life, അവരുടെ വസ്ത്രധാരണം, അവർ ജീവിതം എങ്ങനെ ജീവിച്ചു ആ രീതിയിലൊക്കെയും, their institutions like marriage, everything, they had a set of holiness and they had a separation. വിവാഹം അതുപോലെയുള്ളതായ പ്രസ്ഥാന ഇൻസ്റ്റിറ്റ്യൂഷനുകളിലൊക്കെയും അവർക്ക് മനസ്സിലായതായ ഒരു വിശുദ്ധീകരണം അവർ പാലിക്കുവാനിടയായി. I am not here to prescribe any kind of do's and don'ts, neither am I here to say that is correct and this is not correct. ഇവിടെ നിന്നുകൊണ്ട് ചെയ്യരുതാത്തതും ചെയ്യാവുന്നതുമായ എന്തെങ്കിലും കാര്യം പറയുവാനോ അല്ലെങ്കിൽ അതാണ് ശരി ഇത് ശരിയല്ല എന്ന് നിങ്ങളോട് വിശദീകരിക്കുവാനോ അല്ല ഞാൻ ഈ സമയത്ത് ഉപയോഗിക്കുന്നത്. But I want to drive a principle at this point. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കുവാനായ ഒരു തത്വം ഞാൻ നിങ്ങളോട് പറയാം. Because they were consecrated to the Lord. അവരവരുടെ ജീവിതം ദൈവത്തിനു വേണ്ടി സമർപ്പിക്കപ്പെട്ടിരുന്നതുകൊണ്ട്. I'm talking about our forefathers who are the founders of this Christian faith. ഈ നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തിന്റെ സ്ഥാപകരായിരുന്ന നമ്മുടെ പൂർവ്വപിതാക്കന്മാരെ പറ്റിയാണ് ഞാൻ പറയുന്നത്. They to implement, bring in holiness and separation in their life, which they were trying to honor God. There were several areas where they brought in discipline in their life. വിശുദ്ധീകരണവും വേർപാടും അവരുടെ ജീവിതത്തിൽ ദൈവത്തെ ബഹുമാനിക്കത്തക്ക രീതിയിൽ അവർ കൊണ്ടുവരേണ്ടതിന് അവരുടെ ജീവിതത്തിൽ വ്യത്യസ്തമായ അവസ്ഥകളിൽ ചില കാര്യങ്ങൾ അവർ പാലിക്കുവാനായിട്ട്. And that is the reason
God used many of them. അതുകൊണ്ടാണ് ദൈവം അവരിൽ അനേകരെയും ഉപയോഗിച്ചത്. It was not because their one preaching had 1001 likes by the people, but what they spoke was with the power of God, and so people were touched by their lives. അവരുടെ ഒരു പ്രസംഗം 1000-ലധികം ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് കൊണ്ടല്ല, എന്നാൽ അവരുടെ ഒരു പ്രസംഗത്തിൽ നിന്ന് വലിയ ശക്തി ഉളവായതുകൊണ്ടാണ് ജനങ്ങൾ രക്ഷിക്കപ്പെടുന്നത്. They didn't have social media for their popularity. They didn't have social media for their popularity. അവരുടെ ജനകീയത വർദ്ധിപ്പിക്കുവാനായി അവർക്ക് സാമൂഹ്യ മാധ്യമങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. But then the Bible talks of a term, says that they are the ones who turned the world upside down by the lifestyle and the principles that they held. എന്നാൽ വേദപുസ്തകം അവരെ പറ്റി പറയുന്നത് തങ്ങളുടെ വിശ്വാസ ജീവിത രീതി കൊണ്ടും തങ്ങളുടെ തത്വങ്ങൾ കൊണ്ടും ലോകത്തെ കീഴ്മേൽ മറിച്ചവരായിരുന്നു അവർ. Samson by birth was dedicated to the Lord and was supposed to be Nazirite. ശിംശോൻ തന്റെ ജീവിതത്തിൽ ജനനത്തിൽ തന്നെ ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവനും താനെ നസറായനായി നാസീർ വ്രതക്കാരനായി ജീവിക്കേണ്ടവനുമായിരുന്നു. He was a person who was consecrated to the Lord. ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട വിശുദ്ധീകരിക്കപ്പെട്ട വ്യക്തി. As a token of his consecration, തന്റെ സമർപ്പണത്തിന്റേതായ ഒരു അടയാളം എന്ന രീതിയിൽ he was not supposed to drink wine in his life. അവന്റെ ജീവിതത്തിൽ വീഞ്ഞു കുടിക്കുവാൻ പാടില്ല. Now let me remind you, drinking wine is part of their a meal of their livelihood lifestyle. ആ കാലഘട്ടത്തിൽ അവരുടെ ജീവിത രീതിയിൽ അവരുടെ ഭക്ഷണപാനീയങ്ങളുടെ മധ്യത്തിൽ വീഞ്ഞു കുടിക്കുക അവരുടെ ഒരു സ്വാഭാവിക കാര്യമായിരുന്നു. It's not the kind of alcoholic beverages that we have these days. ഈ കാലഘട്ടങ്ങളിൽ നാം കാണുന്ന മദ്യം പോലെയുള്ളതായ പാനീയങ്ങളുടെ കൂട്ടത്തിലല്ലാതെ. He is not supposed to cut his hair. He need to grow his hair all along his life. അവന്റെ ജീവിതകാലം മുഴുവൻ അവൻ തന്റെ തലമുടി മുറിക്കുവാൻ പാടില്ല, അത് വളർത്തേണ്ടിയിരുന്നു. He is not supposed to touch razor in his hair. അവന്റെ തലയിൽ അവൻ ഒരു കാലത്തും ക്ഷൗരക്കത്തി കൊണ്ടുവരുവാൻ പാടില്ല. This was a token of his consecration to the Lord. ഇതൊക്കെയും ദൈവത്തിന് വേണ്ടി അവനെ സമർപ്പിക്കപ്പെട്ട് വിശുദ്ധീകരിക്കപ്പെട്ടതിന്റേതായ അടയാളങ്ങളാണ്. These are not prescriptive notes to us in this generation. നമ്മുടെ ഈ തലമുറയിൽ നാം അത് ചെയ്യണം ഇത് ചെയ്യണമെന്ന് പറയുന്ന രീതിയിലുള്ളതായ ഒരു കാര്യമല്ല. But as a principle we derive that to keep themselves away from people, there were certain disciplines that were told to him. എന്നാൽ അതിന്റെ തത്വത്തിൽ നമുക്ക് മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധി പാലിക്കണമെങ്കിൽ ചില അച്ചടക്കപരമായ കാര്യങ്ങൾ നാം പാലിക്കേണ്ടതുണ്ട്. When people saw him walking on the road, ആളുകൾ താൻ വഴിയെ നടക്കുന്നത് കാണുമ്പോൾ they will point at him and say, this man is God's man, consecrated to the Lord. ആളുകൾ അവനെ കൈ ചൂണ്ടി പറയോ, ദൈവത്തിന്റെ പുരുഷനാണ്, ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ട വ്യക്തിയാണവൻ. And so God endowed a divine supernatural power into his life. അതുകൊണ്ട് ദൈവം അവന്റെ മേലെ അത്യധികമായ പ്രകൃതി അതീതമായ ശക്തി അവന്റെ മേൽ പകരുവാനിടയായി. Don't see Samson as a superman or a superhero guy. ശിംശോനെ ഒരു സൂപ്പർമാനെ പോലെ ഒരു സൂപ്പർ ഹീറോ ആയിട്ടും അല്ല നാം കാണേണ്ടത്. If you read very carefully Judges 14, 15, 16, ന്യായാധിപന്മാരുടെ പുസ്തകം 14, 15, 16 നാം വായിക്കുന്നുവെങ്കിൽ he is a natural man. അവനൊരു സാധാരണ പ്രകൃതിപരമായ ഒരു വ്യക്തിയാണ്. But at times the spirit of God comes in his life. എന്നാൽ ചില സമയങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേൽ കടന്നു വരും. When he is to get into action, the spirit of God comes and kindles his whole body features. അങ്ങനെ അവൻ പ്രവർത്തിക്കേണ്ട സമയമാകുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേൽ കടന്നു വന്നിട്ട് അവന്റെ ശരീരത്തെ മുഴുവന് അത് ജ്വലിപ്പിക്കുവാനായിട്ട് ഇടയായി. Philistines who were attacking Israel and plundering their agriculture and all the resources. ഫിലിസ്തീൻ ആ കാലഘട്ടങ്ങളിൽ ഇസ്രായേലിനെ ആക്രമിച്ച് അവരുടെ എല്ലാ വിഭവ സമ്പത്തുകളും അവരെ മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന കാലഘട്ടമായിരുന്നു. So Samson as the judge, as the leader of the community, has to fight them and take victory over them. ശിംശോൻ അവരുടെ ന്യായാധിപൻ, അവരുടെ സമൂഹത്തിന്റെ നേതാവ് എന്നുള്ള നിലയിൽ ആ ഫിലിസ്തീനോട് യുദ്ധം ചെയ്യുകയും അവരെ തോൽപ്പിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. They don't have an organized military or an army to fight against the enemies. ശത്രുവിനെതിരെ യുദ്ധം ചെയ്യുവാനായി അവർക്ക് പ്രകാരമുള്ള ഒരു പടക്കൂട്ടമോ സൈന്യമോ ഉണ്ടായിരുന്നില്ല. Whoever desires to safeguard their community comes forward and fights with the enemies. ആർക്കൊക്കെ സമൂഹത്തെ രക്ഷിക്കുവാനായി ഹൃദയത്തിൽ പ്രേരണ ഉണ്ടാകുമോ അവർ മുൻപോട്ട് കടന്നു വന്ന് സൈന്യത്തോട് യുദ്ധം ചെയ്യും. But this Samson, who has this supernatural endowment on his body,
എന്നാൽ ഇവിടെ ഇതാ ശിംശോന് പ്രകൃത്യാതീതമായ ഒരു ശക്തി തന്റെ ശരീരത്തിന്മേൽ ഉള്ളതുകൊണ്ട് he fights with them with nothing absolutely. മറ്റൊന്നും തന്നെ ഒരു ആയുധം തന്നെ കയ്യിലില്ലാതെ അവൻ അവരോട് യുദ്ധം ചെയ്യും. He is not using his fist or his arms to fight the battle. തന്റെ കരങ്ങളോ തന്റെ മുഷ്ടിയോ അല്ല അവൻ അതിനുവേണ്ടി ഉപയോഗിച്ചത്. Whatever falls in his hand is enough to kill 1,000 Philistines. അവന്റെ കരങ്ങളിൽ കിട്ടുന്ന എന്തും ആയിരക്കണക്കിന് ഫെലിസ്ത്യരെ കൊല്ലുവാൻ അതിടെ മതിയാകും. These Philistines physically were much taller and heftier and stronger than any given Jew of that time. ആ കാലഘട്ടത്തിലുള്ള ഏതൊരു യഹൂദനേക്കാളും ഉയരത്തിലും പൊക്കത്തിലും ശരീരപ്രകൃതിയിലും വലിയവരായിരുന്നു ഫെലിസ്ത്യര്. But this was a display that a person, if he is consecrated to the Lord, എന്നാൽ ഇവിടെ ദൈവം തെളിയിക്കുന്നത് ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു വ്യക്തി, the omnipotence power of the Lord can flow through this consecrated person's life. ദൈവത്തിന്റെ സർവശക്തമായ ശക്തി ആ സമർപ്പിക്കപ്പെട്ട വ്യക്തിയുടെ ജീവിതത്തിൽ കൂടി ഒഴുകുവാനിടയായി തീരും. In fact, I would say because God had planned to make it flow through his life, he continued doing that in spite of his failures. അതുകൊണ്ട് ദൈവം അപ്രകാരം അവന്റെ ജീവിതത്തിൽ കൂടി തന്റെ ശക്തിയെ പകരുവാൻ തീരുമാനിച്ചിരുന്നത് കൊണ്ട് അവന്റെ ജീവിതത്തിലെ പരാജയങ്ങൾ പോലും കണക്കിടാതെ ദൈവം അത് അപ്രകാരം ചെയ്തതായിട്ടാണ് നാം കാണുന്നത്. That is the faithfulness of the Lord in an individual's life. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെതായ വിശ്വസ്തത അപ്രകാരമാണ്. Staying here, let me say a few things. ഇവിടെ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് രണ്ട് മൂന്ന് കാര്യം പറയാം. You know, if we live a life that is totally consecrated to the Lord, ദൈവത്തിന് വേണ്ടി പരിപൂർണമായി സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതം നാം ചെയ്യുന്നുവെങ്കിൽ, not looking at the achievements and success in the life, നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ നേടി എന്തൊക്കെ വിജയിച്ചു എന്ന് നോക്കാതെ, but if the person stays consecrated to the Lord, ദൈവത്തിൽ പൂർണ്ണമായി സമർപ്പിതമായ രീതിയിൽ ആ വ്യക്തി നിലനിൽക്കുന്നുവെങ്കിൽ, he is a person whom God uses not because of his power, his capacity, but because of the supernatural endowed power in his life. അവന്റെ ജീവിതത്തിലെ ശക്തിയോ അവന്റെ കഴിവോ നോക്കാതെ ദൈവത്തിൻ്റെതായ ആ പ്രകൃത്യാതീതമായ ശക്തി അവന്റെ ജീവിതത്തിൽ ഉപയോഗിക്കുവാനായി ദൈവം അവനെ ഉപയോഗിക്കും. I'm so glad Bible doesn't stop by talking about the bad character of Samson. അതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമുള്ളത് ശിംശോന്റെ സ്വഭാവ വൈകല്യങ്ങളെ പറ്റി പറഞ്ഞ് വേദപുസ്തകം അവിടെ അവസാനിപ്പിക്കുന്നില്ല. You know, we in our life can have failures in our lives. നാം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപക്ഷെ പരാജയങ്ങൾ ഉണ്ടായേക്കാം. We can make mistakes in our life. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തെറ്റുകൾ വരുത്തുവാനിടയുണ്ട്. But let me tell you, it can have lasting effect in our lives. അത് നമ്മുടെ ജീവിതത്തിൽ ദീർഘകാലം നീണ്ടു നിൽക്കുന്ന അതിൻ്റെതായ ഫലങ്ങൾ ഉളവാകുവാൻ കാരണം സാധ്യതയുണ്ട്. Today morning my sermon is not that God will empower us to face the COVID situation. ഇന്നത്തെ എന്റെ സന്ദേശം നമ്മുടെ ഇന്നത്തെ മഹാമാരിയെ നേരിടുവാൻ ദൈവം നമ്മെ ശക്തീകരിക്കുമെന്ന് പറയുവാനല്ല. That is not what I am here to talk about. അത് പറയുവാനല്ല, അത് സംസാരിക്കുവാനല്ല ഞാൻ ഇവിടെ നിൽക്കുന്നത്. I am here to remind you that we should maintain our life as a consecrated man to the Lord. എനിക്ക് നിങ്ങളോട് ഇന്ന് രാവിലെ പറയുവാനുള്ളത് നമ്മുടെ ജീവിതം ദൈവത്തിന് വേണ്ടി സമർപ്പണത്തോടെ വിശുദ്ധിയോടെ ജീവിക്കുന്ന ഒരു വ്യക്തിത്വമായി നാം സൂക്ഷിക്കണം. In this journey we may fall, we may have failures in our lives. നമ്മുടെ ഈ യാത്രകളിൽ ഒരുപക്ഷെ നമുക്ക് പരാജയങ്ങൾ ഉണ്ടായേക്കാം. But we serve a Lord who continues to love us. എന്നാൽ നമ്മെ തുടർച്ചയായി സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. You know, in companies or at our homes, if we hire somebody to do a particular task, നമ്മുടെ കമ്പനിയിലോ അല്ലെങ്കിൽ വീട്ടിലോ ഒരു പ്രത്യേക ജോലി ചെയ്യുവാൻ നാം ഒരാളെ വിളിക്കുന്നുവെങ്കിൽ, if we find he is not up to the mark, ആ വ്യക്തിക്ക് അതിനുള്ള ശക്തിയില്ല എന്ന് നാം മനസ്സിലാക്കി കഴിയുമ്പോൾ, if his capacity is not up to the mark, we will not hire the person. നാം ഉദ്ദേശിക്കുന്ന ആ കാര്യത്തിന് തക്കതായ കഴിവ് ആ വ്യക്തിക്കില്ല എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ നാം അവനെ പിന്നീട് ഹയർ ചെയ്യുന്നില്ല. Even if we have hired him to complete a task in 10 days, if we realize he is not good enough, on the first day we will pay him and send him off. 10 ദിവസം ജോലി ചെയ്യുവാനാണ് വിളിച്ചതെങ്കിലും ഒരു ദിവസം കൊണ്ട് അവൻ അതിനുള്ള ശക്തിയില്ല എന്ന് മനസ്സിലാക്കിയാൽ അവന്റെ കൂലി കൊടുത്തവനെ പറഞ്ഞയക്കുന്നു. But look at Lord's faithfulness. എന്നാൽ ദൈവത്തിന്റെ വിശ്വസ്തത നോക്കുക. With a pre-plan, there is a mother and father who didn't have child for long time. God promised a child to them. ദീർഘകാലമായി മക്കളില്ലാതിരുന്ന ഒരു മാതാപിതാക്കൾക്ക് ദൈവം
ഒരു മകനെ വാഗ്ദത്തം ചെയ്യുന്നു. And he told them how he should be brought up. അവനെ എപ്രകാരം വളർത്തിക്കൊണ്ട് വരണമെന്ന് അവരോട് പറയുന്നു. And he also told them why he should come up that way. അവനെ എന്തുകൊണ്ട് അപ്രകാരം വളർത്തണമെന്നും അവൻ അവരോട് പറയുന്നു. That he be the leader of the community. ആ സമൂഹത്തിന്റെ നേതാവായി അവനെ മാറ്റുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. He has to lead a set of people for a particular task. ഒരു പ്രത്യേക പ്രവൃത്തി ചെയ്യുവാനായി ഒരു കൂട്ടരെ അവൻ നയിക്കേണ്ടതുണ്ട്. For 2 decades he seemed to be a successful man. ഒരു 20 വർഷത്തോളം അവനെ ഒരു പ്രവൃത്തിയിലെ പ്രയോജനമുള്ളവനായി കാണപ്പെട്ടു. But he was surely not up to the mark. എന്നാൽ ഒരിക്കലും അവൻ ദൈവം ആഗ്രഹിച്ച രീതിയോളം കടന്നു വന്നില്ല. I would say God was giving him chances. ദൈവം അവൻ അനേക ചാൻസസ് കൊടുത്തു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. There are people who were advising him. അവനെ ഉപദേശിക്കുന്നവരായ അനേകരുണ്ടായിരുന്നു. There are parents who are telling him this is not good enough for you. നിന്നെ സംബന്ധിച്ചിടത്തോളം ഇത് മാത്രം അല്ല ദൈവം ആഗ്രഹിക്കുന്നതെന്ന് പറയുന്ന മാതാപിതാക്കളുണ്ടായിരുന്നു. Probably a boy in his 18 and 20s he thinks, who are they? I know what is best for my life. ഒരുപക്ഷേ 18-19 വയസ്സുള്ളപ്പോൾ ഒരു യുവാവ് എന്ന നിലയിൽ അവൻ പറയും, ഇതൊക്കെ പറയുവാൻ അവരാരെ, എന്റെ ജീവിതത്തെ പറ്റി എനിക്കാണ് നന്നായിട്ട് അറിയാവുന്നത്. I can do something that none of these guys can do. ഇവർക്ക് ആർക്കും കഴിയാത്ത ചില കാര്യങ്ങൾ ചെയ്യുവാൻ എനിക്ക് കഴിയും. I am the popular guy in this community. ഈ സമൂഹത്തിൽ എല്ലാവരും അറിയപ്പെടുന്ന വ്യക്തി ഞാനാണ്. There are some tasks that I have done that nobody can do. ഞാൻ ചെയ്ത ചില പ്രവൃത്തികൾ വേറെ ആർക്കും ചെയ്യുവാൻ കഴിയുന്നതല്ല. Dad and mom, when you were standing there scared when the lion came, I am the one who tore them away. അമ്മയോടും അപ്പനോടും നിങ്ങൾ ഭയത്തോടെ സിംഹം കടന്നു വന്നപ്പോൾ നിന്നപ്പോൾ ഞാനാണ് അതിനെ കൊന്നത്. So I can do something. അതുകൊണ്ട് എനിക്ക് ചില കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയും. But then he fell and the fall was really great. എന്നാൽ അവൻ വീണപ്പോൾ ആ വീഴ്ച വലിയതായിരുന്നു. But then I am here to tell you there are lessons to learn about the restoration that he had. എന്നാൽ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് അവനുണ്ടായതായ പുനഃസ്ഥാപനത്തിൽ നിന്ന് ചില പാഠങ്ങൾ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. Looking at from Judges chapter 16 verse 22 onwards. ന്യായാധിപന്മാർ 16-22 മുതലുള്ള വാക്യങ്ങൾ. I am making a few observations. ഞാൻ അവിടെ നിന്ന് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാം. It is a time of restoration for Samson. ശിംശോന്റെ ജീവിതത്തിലെ ഒരു പുനഃസ്ഥാപനത്തിൻ്റെതായ ചരിത്രം. There is power in the restoration that we see there. അവിടെ നാം കാണുന്നതായ പുനഃസ്ഥാപനത്തിൽ അവിടെ ഒരു ശക്തിയുണ്ട്. You know, if you read the passage, I know you are very familiar with Samson's story. ശിംശോന്റെ ജീവചരിത്രം നാം പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ വളരെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമെന്ന് എനിക്കറിയാം. If you look at these verses, it says slowly his hair started growing. ആ വാക്യത്തിൽ അവിടെ കാണുന്നത് അവന്റെ തലമുടി ക്രമേണ വളർന്നു തുടങ്ങി. The hair which was the token of his consecration, which he cut off by the Delilah, and that hair started growing in him. അവന്റെ സമർപ്പിത ജീവിതത്തിന്റെ അടയാളമായിരുന്ന തലമുടി ദലീലയുടെ സമീപത്ത് എന്നപ്പോൾ അത് മുറിച്ചു കളഞ്ഞുവെങ്കിൽ ഇവിടെ അത് വളർന്നു വരുവാനായി. I am not saying that the power in his life comes by the hair that is there. അവിടെ ഉണ്ടായിരുന്ന തലമുടിയിലൂടെ അവന്റെ ജീവിതത്തിലെ ശക്തി കടന്നു വന്നു എന്നല്ല ഞാൻ പറയുന്നത്. But it is a relationship with the Lord. അത് ദൈവവുമായുള്ള ബന്ധത്തിന്റെ അടയാളമായിരുന്നു. And in that relationship God had given him certain disciplines, certain parameters, certain do's and don'ts. അവന്റെ ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവം അവന്റെ ജീവിതത്തിൽ ചില മാനദണ്ഡങ്ങൾ, ചില ചെയ്യരുതാത്തതും ചെയ്യേണ്ടതുമായ ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. This growth of hair and he allowing that is where he is trying to restore himself to the Lord. അപ്രകാരം തലമുടി വളർന്നു വരുവാൻ തുടങ്ങിയപ്പോൾ ദൈവവുമായുള്ള ബന്ധത്തിൽ അവന്റെ പുനഃസ്ഥാപനത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം അവനെ അനുവദിച്ചു. And we see a picture of restoration in this place. അവിടെ അവന്റെ മടങ്ങി വരവിൻ്റെതായ ഒരു ചിത്രം നാം കാണുന്നുണ്ട്. You know, his hair started growing. അവന്റെ തലമുടി വളരുവാൻ തുടങ്ങി. I was trying to see how long was it after his hair was cut and the day he died. അവന്റെ തലമുടി മുറിച്ച ദിവസം മുതൽ അവൻ മരിച്ചതുവരെ എത്ര ദൈർഘ്യമുള്ള സമയമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ ഞാൻ ശ്രമിച്ചു. How long it was. എത്ര നാൾ അതുണ്ടായിരുന്നു നമുക്ക് അറിഞ്ഞുകൂടാ. But there is a restoration that happens in him. എന്നാൽ അവന്റെ ജീവിതത്തിൽ ഒരു മടങ്ങിവരവ് സംഭവിക്കുവാൻ. You know, at some point he realizes I am here because I didn't take my consecration seriously. ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ അവന് മനസ്സിലായി, ഞാൻ ഇവിടെ ആയിരിക്കുന്നതിന്റെ കാരണം എന്റെ ജീവിതത്തിലെ വിശുദ്ധീകരണം ഞാൻ ഗൗരവത്തോടെ കണ്ടില്ല. At some point of time he thought that I need not be worried about the consecration part in my life.
അവന്റെ ജീവിതത്തിൽ മുമ്പൊരിക്കൽ അവൻ ഒരു പക്ഷേ വിചാരിച്ചു കാണും, ഇനി ഞാൻ എൻ്റെ ജീവിതത്തിലെ സമർപ്പിത ജീവിതത്തെ പറ്റി പ്രയാസപ്പെടേണ്ട കാര്യമില്ല. I can eat everything. എനിക്ക് എന്ത് വേണമെങ്കിലും കഴിക്കാം. I can connect with everybody around. എൻ്റെ ചുറ്റുപാടുമുള്ള ആരുമായും എനിക്ക് ബന്ധപ്പെടാം. I can do anything. എനിക്ക് എന്തും ചെയ്യുവാൻ കഴിയും. You know, this power has blinded his eyes. അവന്റെ ജീവിതത്തിൽ കടന്നു വന്നതായ ശക്തി അവന്റെ കണ്ണുകളെ അന്ധമാക്കുവാനിടയായി. Unusually in this part I was searching, at no point we see him connecting with the Lord. നാം ഈ ഭാഗം വായിച്ചാൽ ഒരു ഭാഗത്ത് പോലും ദൈവവുമായി അവൻ ബന്ധപ്പെട്ടതായി നമ്മോട് കാണുന്നില്ല. Because he was too headstrong, thinking that I can do everything. കാരണം അവന് സ്വയമായുള്ള ചിന്തയാണ്, എനിക്കെല്ലാം എന്നെ കൊണ്ട് തന്നെ കഴിയും. But it is said that in a week our hair grows 1/8 of an inch. ഒരാഴ്ചയില് തലമുടി വളരുന്നത് 1 ഇഞ്ചിന്റെ 8/1 പറയപ്പെടുന്നത്. I'm not very sure the medical fraternity people would say in a year or in a half a year our hair grows by 6 inches. സാധാരണയായി പറയപ്പെടുന്നത് ഒരു വർഷം കൊണ്ട് നമ്മുടെ തലമുടി 6 ഇഞ്ച് വളരുമെന്നാണ്. His return was not overnight. That's what I want to drive. ഞാൻ പറയുവാനായി ശ്രമിക്കുന്നതിന്റെ കാരണം അവന്റെ മടങ്ങി വരവ് ഒരു രാത്രി കൊണ്ട് സംഭവിച്ചതല്ല. It is a process. അതൊരു പ്രക്രിയയായിരുന്നു. Now let me stay here and make a few more observations to you. ഞാൻ അവിടെ നിന്നുകൊണ്ട് 2-3 കാര്യങ്ങൾ കൂടി നിങ്ങളോട് പറയാം. If you have sinned and fallen from the presence of God, നിങ്ങൾ പാപം ചെയ്ത് ദൈവസാന്നിധ്യത്തിൽ നിന്ന് വീണുപോയി എന്ന് കരുതുക. you know, if it is something really serious in your life, അതൊരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഗൗരവമുള്ള കാര്യമായിരിക്കും. at some point if you are thinking, what did I do and why did I do that? ഞാൻ എന്തുകൊണ്ട് അതങ്ങനെ ചെയ്തു, എപ്രകാരം എന്താണ് ഞാൻ ചെയ്തത്, ഞാൻ എന്തുകൊണ്ട് അത് ചെയ്തു എന്ന് ജീവിതത്തിൽ നിങ്ങൾ ചിന്തിക്കുന്നതായ ഒരു നിമിഷം. I mean, when the whole disaster happens in your life, you may start regretting in your life. നിങ്ങളുടെ ജീവിതത്തിൽ ആ വലിയ തകർച്ച സംഭവിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾ അതിനെപ്പറ്റി ഭാരപ്പെടുവാൻ You cannot expect a overnight restoration in your life. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു രാത്രി കൊണ്ട് മടങ്ങി വരുവാൻ കഴിയുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. I mean, God will forgive you what you have done in your life. നിന്റെ ജീവിതത്തിൽ നീ ചെയ്തതിനെ ദൈവം ക്ഷണമായി തന്നെ ക്ഷമിക്കും. But brother and sister, I want to tell you, restoration takes time. എന്നാൽ പ്രിയ സഹോദര സഹോദരി, ഞാൻ പറയട്ടെ, ആ പുനഃസ്ഥാപനത്തിന് സമയമെടുക്കും. And so let me warn you at this point. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഒരു മുന്നറിയിപ്പായിട്ട് ഈ സമയത്ത് പറയാം. If in any way you are desecrating the consecration that is upon you, be careful that you don't fall in the pit of danger. നിങ്ങളുടെ ജീവിതത്തിലെ വിശുദ്ധീകരണം നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും സമയത്ത് നിങ്ങൾ അശുദ്ധമാക്കി മാറ്റിയെങ്കിൽ നിങ്ങൾ മടങ്ങി വരുവാനായിട്ടുള്ള സമയത്തിൻ്റെതായ അപകടം നിങ്ങളുടെ മുമ്പിലുണ്ട്. See, God forgives what you have done. നീ ചെയ്ത തെറ്റ് ദൈവം ക്ഷമിച്ചു കഴിഞ്ഞു. It's instant and he forgives you. അത് ഒരു ക്ഷണത്തിൽ തന്നെ അവൻ ക്ഷമിച്ചു. He will count you as righteous. അവൻ നിന്നെ നീതിമാനായി എണ്ണി. But the damage that has happened in your life, എന്നാൽ നിന്റെ ജീവിതത്തിൽ സംഭവിച്ചതായ തകരാറുകൾ, it could be any kind of act of yours. അത് നിന്റെ ഏതെങ്കിലും പ്രവൃത്തിയുടെ കാരണമായിരിക്കാം. If you are somebody who is into gossiping about people, നീ ഒരുപക്ഷെ മറ്റുള്ളവരെ പറ്റി ഗോസിപ്പ് പറയുന്നവനായിരുന്നു. if you are somebody who are backbiting about people, മറ്റുള്ളവരുടെ പിന്നിൽ നിന്ന് കുത്തുന്ന വ്യക്തിയായി നീ ആയിരുന്നുവെങ്കിൽ, you keep on doing that for a very long time. ദീർഘകാലം നീ അപ്രകാരം ചെയ്തു. If you are in a habit of lying about things in your life, നിന്റെ ജീവിതത്തിലെ വ്യാജം പറയുന്ന സ്വഭാവം നിനക്കുണ്ടായിരുന്നു. if you are in a habit of exaggerating things in your life, നിന്റെ ജീവിതത്തിലെ കാര്യങ്ങൾ വളരെ വലുതായിട്ട് കാണിക്കുന്ന you know, സ്വഭാവം at ഉണ്ടായിരുന്നു. some point of time you realize you are doing a mistake, ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ വന്നപ്പോൾ നീ മനസ്സിലാക്കി നീ ചെയ്യുന്നത് തെറ്റായിരുന്നു. and you tell Lord, forgive me, I have been lying, I have been backbiting, I have been gossiping. നീ ദൈവത്തോട് തിരിഞ്ഞു പറഞ്ഞു, ദൈവമേ എന്നോട് ക്ഷമിക്കണമേ, ഞാൻ മറ്റുള്ളവരെ പറ്റി കുറ്റം പറഞ്ഞു, അവർ പിന്നിൽ നിന്ന് കുത്തി അവരെ പറ്റി വ്യാജം പറഞ്ഞു വരുത്തി. Many a times it happens when the same gossip creates a rumor about the person. പലപ്പോഴും അത് സംഭവിക്കുന്നത് ആ വ്യക്തിയെ പറ്റി ആ പാപം ഒരു റൂമർ ഉണ്ടാക്കുമ്പോഴാണ്. And then he is trying to restore his life. ആ സമയത്ത് അവന്റെ ജീവിതം ഒരു മടക്കി വരവിലേക്ക് കൊണ്ടുവരുവാൻ. Let me tell you, brother and sister, God will forgive you when you ask pardon from him. ദൈവത്തിൽ നീ ക്ഷമ ചോദിക്കുന്ന നിമിഷം തന്നെ ദൈവം നിന്നോട് ക്ഷമിക്കും. But then there is a character that is built about you in the community. എന്നാൽ നിന്റെ സ്വഭാവത്തെ പറ്റി സമൂഹത്തിൽ പറഞ്ഞു ഉണ്ടാക്കപ്പെട്ടതായ ഒരു വ്യക്തിത്വമുണ്ട്. They will also forgive, but they will never forget about you. So the restoration takes time. അവരൊരു പക്ഷേ നിന്നോട് ക്ഷമിക്കും, എന്നാൽ അവർക്ക് മറക്കുവാനായി സമയമെടുക്കുന്നത് കൊണ്ട് നിന്റെ
നിന്റെ പുനഃസ്ഥാപനത്തിനും സമയമെടുക്കും. So what I am trying to tell you is, be careful when you involve in these things. അതുകൊണ്ട് ഞാൻ പറയുന്നതിന്റെ അർത്ഥം ഇപ്രകാരമുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ വളരെ ഗൗരവത്തോടെ ചിന്തിക്കണം. Anything that goes against your consecration, be careful to handle with those things. നിന്റെ സമർപ്പണ ജീവിതത്തിനെതിരായി കടന്നു വരുന്ന എന്തും അതിനെപ്പറ്റി അത് സംഭവിക്കുമ്പോൾ നീ വളരെ സൂക്ഷ്മതയുള്ളവനായിരിക്കണം. Now let me tell you, brothers and sisters, if you are in an act of disobedience for a very long period of time, പ്രിയ സഹോദര സഹോദരി, ഞാൻ പറയട്ടെ, നിങ്ങൾ അനുസരണക്കേടിൻ്റെതായ ഒരു സ്വഭാവത്തിൽ ദീർഘകാലമായിരുന്നുവെങ്കിൽ God is extending, giving allowances in your life. ദൈവം ഒരുപക്ഷെ നിന്റെ ജീവിതത്തിൽ സമയം നൽകുന്നതായ അനുഭവത്തിൽ നിന്നെ മുന്നോട്ട് God is കൊണ്ടുപോകും. giving you chances in your life. ദൈവം നിന്റെ ജീവിതത്തിൽ ചാൻസസ് നൽകി തന്നു. You know for what God has called you. നിന്നെ എന്തിന് ദൈവം വിളിച്ചു എന്ന് നിനക്ക് വ്യക്തമായിട്ട് അറിയാം. It is not just to give you assurance of salvation in your life. അത് നിന്റെ ജീവിതത്തിൽ രക്ഷയുടെ ഉറപ്പ് നൽകി തരുവാൻ മാത്രമല്ല. It is not just to feel good about yourself. നിനക്ക് സ്വയം നന്നായിട്ടുള്ളതായ ഒരു അനുഭവം, ഒരു വികാരം തരുവാൻ വേണ്ടി മാത്രമല്ല. But like Samson, you have certain tasks to do in your community. എന്നാൽ സിംസോനെ പോലെ നിന്റെ സമൂഹത്തിൽ ചില പ്രവൃത്തികൾ നീ ചെയ്യേണ്ടതുണ്ട്. But if that consecration you have not been faithful, I am here to warn you today. അതിനു വേണ്ടിയുള്ളതായ സമർപ്പണത്തിൽ നീ വിശ്വസ്തനായി നിന്നില്ല എങ്കിൽ ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് ഒരു മുന്നറിയിപ്പായി പറയാം. Have you made decision in your life that you would be part of mission activity in a certain span of an year? ഒരു വർഷത്തിന്റെ ചില സമയങ്ങളിൽ മിഷൻ പ്രവർത്തനത്തിന്റെ ഭാഗമായി തീരുവാൻ നീ ഒരു തീരുമാനം എടുത്തിരുന്നുവോ? Have you made decision that I will part with some part of the resource that God gives to me for God's work, and you have not been giving it? എനിക്ക് ദൈവം തന്നതായ വിഭവത്തിന്റെ ഒരു ഭാഗം ദൈവത്തിന്റെ പ്രവൃത്തിക്കായി കൊടുക്കാമെന്ന് നീ തീരുമാനം ചെയ്തിട്ട് നീ അപ്രകാരം ചെയ്യാതിരുന്നിട്ടുണ്ടോ? Don't make excuses for that. അതിനു വേണ്ടി നീ എക്സ്ക്യൂസസ് ഉണ്ടാക്കുവാനായിട്ട് ഇടയാകരുത്. Come back to the consecration that God has put over you. നിന്റെ മേലെ ദൈവം നൽകി തന്നതായ ആ സമർപ്പണത്തിലേക്ക് നീ മടങ്ങി വരിക. You know, I don't want to mention the name, but I met a person very recently. അടുത്ത ഞാൻ പേര് പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. സമീപകാലത്ത് ഞാൻ ഒരു വ്യക്തിയെ കാണുവാനിടയായി. He was somebody who was surrendered for the service of the Lord. ദൈവത്തിന്റെ വേലയ്ക്കായിട്ട് സമർപ്പിക്കപ്പെട്ട ഒരു വ്യക്തി. And he went for to a seminary, studied for 4 years. ഒരു സെമിനാരിയിൽ കടന്നുപോയി 4 വർഷക്കാലം പഠിച്ചു. And please don't take it as if a prescriptive example that I'm quoting to you. ഞാൻ ഈ പറയുന്നത് ഒരു ചെയ്യേണ്ടതായ ഒരു വിവരണത്തോടു കൂടിയുള്ള ഒരു ഉദാഹരണമായി ചിന്തിക്കരുത്. You know, this person studied in a seminary and came out, and things changed in his life. ഈ വ്യക്തി സെമിനാരിയിൽ പോയി പഠിച്ചു മടങ്ങി വന്നപ്പോൾ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ മാറി. And then he got married to a girl in US. അതിനുശേഷം ഞാൻ അമേരിക്കയിലുള്ള ഒരു വ്യക്തിയെ വിവാഹം ചെയ്തു. And then after coming here, he found that he doesn't has the capacity to preach and teach and all. അങ്ങനെ അമേരിക്കയിൽ കടന്നു വന്നപ്പോൾ തനിക്ക് മനസ്സിലായി തനിക്ക് പ്രസംഗിക്കാനോ പഠിപ്പിക്കാനോ ഉള്ള കഴിവൊന്നുമില്ല. And then he started working in an IT company. താൻ ഒരു IT കമ്പനിയിൽ ആ സമയത്ത് ജോലി ചെയ്യാൻ തുടങ്ങി. Started going up and up and up on the corporate ladder. അങ്ങനെ അവിടെ താൻ ആ സ്ഥാനത്തിൽ അധികാരത്തിലൊക്കെ ഇങ്ങനെ വളർന്നു ഉയരത്തിലേക്ക് കടന്നു വന്നു. His wife also did good in her career in the medical field. ആ കരിയർ തന്റെ മെഡിക്കൽ ഫീൽഡിലുള്ള കരിയറിൽ തന്റെ ഭാര്യയും വളരെ ഉന്നതിയിലേക്ക് കടന്നു. Everything was going good in his life. അവന്റെ ജീവിതത്തിൽ എല്ലാം വളരെ നന്നായിട്ട് പോവുകയാണ്. But this is what that person shared with me. എന്നോട് ആ വ്യക്തി പറഞ്ഞ കാര്യമാണിത്. You know, brother, I have become a testimony to people. ഞാൻ മറ്റുള്ളവർക്ക് ഒരു സാക്ഷ്യമായി മാറിയെന്ന്. You know, I knew I had to do something for the Lord. ദൈവത്തിന് വേണ്ടി ചിലത് എന്റെ ജീവിതം കൊണ്ട് ചെയ്യണമെന്ന് എനിക്കറിയാമായിരുന്നു. I didn't have the capacity. I knew when I was studying in seminary. ഞാൻ സെമിനാരിയിൽ പഠിക്കുമ്പോൾ അതിനുള്ള കഴിവ് എനിക്കുണ്ടെന്ന് എനിക്കറിയാം. But I knew God had called me for his ministry. എന്നാൽ ദൈവം എന്നെ അതിനായിട്ട് ഈ ശുശ്രൂഷയ്ക്കായി വിളിച്ചു എന്ന് എനിക്കറിയാം. So when I started going for my work every day, അതുകൊണ്ട് ഞാൻ എന്റെ ജോലിയിൽ എല്ലാ ദിവസവും കടന്നു പോകും. I used to be praying, Lord, give me an opportunity. ദൈവമേ എനിക്കൊരു അവസരം ഒരുക്കി തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. I started getting busy with each day. എന്റെ ജീവിതത്തിൽ ഓരോ ദിവസവും തിരക്കുകൾ വർദ്ധിച്ചുകൊണ്ടിരുന്നു. 6 days of the week I was packed. I was too tired when I get back home. 6 ദിവസവും ഞാൻ ജോലി കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ഞാൻ വളരെ ക്ഷീണിതനായി. Never thought about ministry. ദൈവവേലയെ പറ്റി ഞാൻ ഒരിക്കലും ചിന്തിച്ചില്ല. I mean, this is a very specific incident, is not applicable to everybody. ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഉദാഹരണമാണ്, എല്ലാവരുടെയും അനുഭവമായി ചിന്തിക്കരുത്. Now after several years he has a problem in his spinal cord. അനേക വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ അവന്റെ സ്പൈനൽ കോഡിൽ ഒരു പ്രശ്നമായി. He didn't had a fall.
അവൻ ഒരിക്കലും വീണിട്ടില്ല. Nothing like that, but he is bedridden right now. താനെ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല, എന്നാൽ താൻ ഇപ്പോൾ പൂർണ്ണമായും കിടപ്പിലാണ്. He had two major surgeries on his body. തന്റെ ശരീരത്തിൽ 2 വലിയ സർജറികൾ നടന്നു. Probably he may not be able to move anymore in his life. തന്റെ ജീവിതത്തിൽ ഇനി ഒരിക്കലും ഒരുപക്ഷെ തനിക്ക് ചലിക്കുവാൻ ഇടയാകില്ല. He is able to do his office work sitting on a customized table in front of him. അവന്റെ മുന്നിലെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു മേശമേലെ ഇരുന്നുകൊണ്ട് അവനൊരു ജോലി ചെയ്യുന്നുണ്ട്. When I met him, he has tears in his eyes. ഞാൻ അവനെ കണ്ടപ്പോൾ തന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകുന്നുണ്ട്. This is the incident that he told me. എന്നോട് താൻ പറഞ്ഞ സംഭവമാണിത്. I am like Samson, lost my time and now I cannot get back. ശിംശോനെ പോലെ ഞാനും എന്റെ സമയം നഷ്ടപ്പെടുത്തി, ഇപ്പോൾ എനിക്ക് മടങ്ങി വരുവാൻ കഴിയുന്നില്ല. He didn't sin. I didn't say that he sinned. അവൻ പാപം ചെയ്തു എന്നല്ല ഞാൻ പറയുന്നത്. But then he didn't understand the consecration in his life. എന്നാൽ അവന്റെ ജീവിതത്തിലെ കോൺസെക്രേഷന്റെ അനുഭവം അവന് മനസ്സിലായില്ല. So there is a restoration possible in our lives. നമ്മുടെ ജീവിതത്തിൽ ഒരു പുനഃസ്ഥാപനം സാധ്യമാണ്. You know, before this restoration there is a time of reproach in our life. നമ്മുടെ ജീവിതത്തിൽ ആ പുനഃസ്ഥാപനത്തിന് മുമ്പേ ഒരു അനുതാപത്തിന്റെ ആവശ്യമുണ്ട്. This God's man is degraded in life. ഈ ദൈവത്തിന്റെ മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ വളരെയധികം ഹീനനാക്കപ്പെട്ടു കഴിഞ്ഞു. You know, at one point Philistines they were terrified when they know that Samson is around. ശിംശോൻ അടുത്തൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ ഫിലിസ്തീൻ വളരെ ഭയപ്പെട്ടിരുന്നു. Those were the times where every success, every achievement in life is ascribed to their tribal or their country deity. ആ കാലഘട്ടത്തിൽ അന്നത്തെ അവരുടെ നേട്ടങ്ങളും അവരുടെ കഴിവുകളും എല്ലാം അവരുടെ ഗോത്ര ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടിരുന്ന ഒരു കാലഘട്ടമാണ്. You know, if Israel wins the war, they say that our Yahweh God gave us the victory. ഇസ്രായേൽ ഒരു യുദ്ധം ജയിക്കുമ്പോൾ അവർ പറയും യഹോവയായ ദൈവമാണ് ഞങ്ങളെ വിജയിച്ചത്. So this Philistines were a fisherman community. ഫിലിസ്തീർ എന്ന് പറയുന്നത് മുക്കുവരുടേതായ ഒരു സമൂഹമാണ്. So they had a god by name Dagon. അവർക്ക് ദാഗോൻ എന്ന് പറയുന്ന ഒരു ദൈവമുണ്ട്. Half fish, half man. പകുതി മത്സ്യവും പകുതി മനുഷ്യനുമാണ്. Every time they go for fishing, they offer prayer or worship before Dagon. അങ്ങനെ ഓരോ പ്രാവശ്യവും ഒരു മത്സ്യബന്ധനത്തിന് പോകുന്നതിന് മുമ്പേ ദാഗോന്റെ മുമ്പിൽ അവരെ ആരാധന ചെയ്യും. And so they would have prayed several times when they go to plunder Jews of their resources. അവർ അങ്ങനെ ഓരോ പ്രാവശ്യം യഹൂദന്മാരെ ആക്രമിക്കുവാനായി കടന്നു പോകുമ്പോൾ അവർ ഈ ദൈവത്തെ ആരാധിക്കും. But they find that Samson is there and they lose the war. എന്നാൽ അവർ അവിടെ കടന്നു ചെല്ലുമ്പോൾ ശിംശോൻ അവിടെ ഉള്ളത് കൊണ്ട് അവർ യുദ്ധം പരാജയപ്പെട്ടു. They prayed and prayed and prayed. Every time they worshipped Dagon, give us victory over this man called Samson. ഓരോ പ്രാവശ്യം അവർ ദാഗോനോട് പ്രാർത്ഥിക്കും, ഈ ശിംശോൻ എന്ന് പറയുന്ന മനുഷ്യന്റെ മേലെ ഞങ്ങൾക്ക് വിജയം തരണം. But one final day they had victory in their life. അങ്ങനെ അവസാനം ഒരു ദിവസം അവരുടെ ജീവിതത്തിൽ അവർക്ക് വിജയം നേടി. And so when they caught him, they brought him before Dagon to say that, look, you have given us victory over him. അതുകൊണ്ട് അവനെ അടിമയായി പിടിച്ചുകൊണ്ട് വന്നപ്പോൾ അവനെ ദാഗോന്റെ മുമ്പിൽ കൊണ്ടുവന്ന് ദാഗോനോട് പറഞ്ഞു, ഇതാ ശിംശോന്റെ മേലെ നീയാണ് ഞങ്ങൾക്ക് വിജയം തന്നത്. Verse 25 is beautiful. 25ാം വാക്യം വളരെ മനോഹരമായി കാണാം. They decided to have a celebration of having got the man who was a terror for them. അവരുടെ ജീവിതത്തിൽ വലിയ ഭീകരമായ അവസ്ഥയിൽ അവരെ കൊണ്ടുപോയ മനുഷ്യനെ പിടിച്ചപ്പോൾ അവർ ആനന്ദത്തോടുകൂടി ഒരു ആഘോഷം നടത്തി. And they say, call Samson, let him perform for us. അതുകൊണ്ട് അവർ പറഞ്ഞു, ശിംശോനെ കൊണ്ടുവരുവിൻ, അവൻ നമ്മുടെ മുമ്പിൽ നൃത്തം ചെയ്യട്ടെ. Because he was the one whom we were terrified about. അവനെ ആണ് നാം ഇത്രകാലവും ഭയപ്പെട്ടിരുന്നത്. He is the one who took away our joy. നമ്മുടെ ആനന്ദം ഇത്ര നാളും പിടിച്ചെടുത്തുകൊണ്ടിരുന്നത് He is the one who took away our achievements. അവനാണ് നമ്മുടെ നേട്ടങ്ങൾ ഇത്ര നാളും തകർത്തുകൊണ്ടിരുന്നത്. So now when we have him as an achievement for us, let us offer it to the Dagon deity. അതുകൊണ്ട് ഇന്ന് നമ്മുടെ നേട്ടമായി നാം അവനെ പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നതുകൊണ്ട് നമ്മുടെ ദൈവത്തിന് അവനെ സമർപ്പിക്കാം. You know, they gouged out his eyes. അവന്റെ കണ്ണുകളെ ചൂഴ്ന്നെടുത്തു. Tied in bronze shackles. താമ്രം കൊണ്ടുള്ളതായ ചങ്ങലമേള അവന്റെ മേലിട്ടു. Because even though they had captured him, they were scared. This man is terror. അവരവനെ പിടിച്ചു കീഴടക്കിയെങ്കിലും അവർക്ക് ഭയമുണ്ട്, ഈ മനുഷ്യൻ ഒരു ഭീകരനാണ്. You know, sin brings humiliation in our life. നാം മനസ്സിലാക്കണം, പാപം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ താഴ്ചയിലേക്ക് നമ്മെ കൊണ്ടുവരും. You know, it can bring humiliation beyond a limit in our life. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചിന്തിക്കാവുന്ന പരിധിക്കപ്പുറത്തേക്കുള്ള താഴ്ചയിൽ നമ്മെ കൊണ്ടുവരും. And this sin comes when we breach our consecration limits in our lives. നമ്മുടെ ജീവിതത്തിലെ ദൈവത്തിന്റെ സമർപ്പണം നാം അത് പരിമിതപ്പെടുത്തുമ്പോഴാണ് ഈ പാപം കടന്നു വരുന്നത്. I am not prescribing any kind of consecration to any of you.
നിങ്ങളുടെ ആരുടെയെങ്കിലും ജീവിതത്തിലുള്ളതായ ഏതെങ്കിലും ഒരു സമർപ്പണത്തെ പറ്റി അല്ല ഞാനിവിടെ പറയുന്നത്. I mean, I'm talking of consecration which you individually have made with the Lord. ദൈവവുമായി നിങ്ങൾ വ്യക്തിപരമായി ചെയ്തിരിക്കുന്നതായ സമർപ്പണം. It could be giving time to the Lord. ദൈവത്തിന് ഒരു പക്ഷേ നിങ്ങളുടെ സമയം കൊടുക്കുന്നതായിരിക്കാം. It could be that you would spend X amount of time in prayer. നിങ്ങൾ ദൈവസന്നിധിയിൽ ഇത്ര സമയം പ്രാർത്ഥിക്കാമെന്നെടുത്ത തീരുമാനമായിരിക്കാം. It could be that you would share X amount of your resource for the Lord. ഇത്രയധികം കാര്യങ്ങൾ ദൈവത്തിന് കൊടുക്കാമെന്നെടുത്ത തീരുമാനമായിരിക്കാം. It could be that you have made a commitment with the Lord saying, Lord, this is what I will give you. ദൈവത്തിന്റെ മുമ്പാകെ നിങ്ങൾ ഒരു തീരുമാനം എടുത്തു കാണും, ഇത് ഞാൻ നിനക്ക് നൽകി തരാമെന്ന്. Lord, if you give me life, this is how I am going to lead my life. ദൈവമേ, നീ എനിക്ക് എന്റെ ജീവിതം തരുന്നുവെങ്കിൽ എന്റെ ജീവിതം ഇങ്ങനെയാണ് ഞാൻ ജീവിക്കാൻ പോകുന്നത്. Let me tell you, heaven has taken a record of your commitment and surrender to the Lord. ദൈവം നിന്റെ തീരുമാനത്തിന്റെ മേലൊരു റെക്കോർഡ് ചെയ്തിട്ട് അതിന്റെ മേലാണ് ദൈവം തീരുമാനിക്കുന്നത്. You know, many a times without being so serious, we sing the song, all to Jesus I surrender. പലപ്പോഴും ഗൗരവമായി എടുക്കാൻ നാം പാടുന്ന ഒരു പാട്ടുണ്ട്, ദൈവത്തിന് വേണ്ടി എന്റെ ജീവിതത്തെ, യേശുവിന് വേണ്ടി എന്റെ ജീവിതത്തെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. Another day somebody made a comment about Christians. ക്രിസ്ത്യാനികളെ പറ്റി കഴിഞ്ഞ ദിവസം ഒരാൾ ഇങ്ങനെ ഒരു കമന്റ് പറഞ്ഞു. They don't say lies, they sing lies. അവര് കള്ളങ്ങൾ പറയാറില്ല, അവര് കള്ളങ്ങൾ പാടാറുണ്ട്. You know, we say all to Jesus I surrender. നാം പാടും യേശുവിന് വേണ്ടി എല്ലാം സമർപ്പിക്കുന്നു. But we don't give everything to the Lord. നാം യേശുവിനെല്ലാം കൊടുക്കുന്നില്ല. There are certain things that we keep for ourselves. ചില കാര്യങ്ങൾ നാം നമുക്ക് വേണ്ടി മാറ്റി. Lord, this time don't ask me about you. ദൈവമേ, ഈ സമയത്ത് നീ അതെന്നോട് ചോദിക്കരുത്. Lord, this amount you do, please don't ask about it. ദൈവമേ, ഈ പണം നീ എന്നോട് ചോദിക്കരുത്. We can preach about widows 2 dime in the that was into the box. വിധവയിട്ട 2 കാശിനെ പറ്റി നമുക്ക് പ്രസംഗിക്കുവാൻ We കഴിയും. will preach several messages on that. അതിന്റെ മേൽ ഒരുപാട് പ്രസംഗങ്ങൾ നാം കേൾക്കും. But when God asks money from us, it's so difficult to spare for the Lord. എന്നാൽ ദൈവം നമ്മോട് പണം ചോദിക്കുമ്പോൾ ദൈവത്തിന് വേണ്ടി അത് കൊടുക്കുവാൻ പ്രയാസമാണ്. I mean, when God asks time from us, we are so busy. ദൈവം നമ്മോട് നമ്മുടെ സമയം ആവശ്യപ്പെടുമ്പോൾ നമുക്ക് വളരെ തിരക്കാണ്. When God asks us of the talent, we are so caught up with our egos. നമ്മുടെ താലന്തുകളെ, നമ്മുടെ കഴിവുകളെ ദൈവം ആവശ്യപ്പെടുമ്പോൾ നാം നമ്മുടെ ഈഗോയിൽ അതിനെ പിടിച്ചു വെക്കുന്നു. We have too many things to do other than that which directly relates with our consecration. നമ്മുടെ സമർപ്പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ചെയ്യുന്നതിന് തടയുന്ന അനവധി കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. And when we do that, Samson's story tells us we can become a clown before people. നാം അപ്രകാരം ചെയ്യുന്നുവെങ്കിൽ ശിംശോന്റെ ചരിത്രം നമ്മോട് പറയുന്നത് മറ്റുള്ളവരുടെ മുമ്പാകെ നാം ഒരു അപഹാസ്യപാത്രമായി മാറുമെന്നാണ്. For 20 years he was a fearsome warrior amongst his community. തന്റെ സമൂഹത്തിന്റെ മധ്യത്തിൽ 20 വർഷത്തിലധികം മറ്റുള്ളവർ ഭയപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു താൻ. People clapped hands for this person. ഈ വ്യക്തിക്ക് വേണ്ടി ആളുകൾ കൈയടിക്കുന്ന അനുഭവം. People had so much of respect for 2 decades for Samson. ശിംശോനെ സംബന്ധിച്ചിടത്തോളം 20 വർഷക്കാലം ജനങ്ങൾ ബഹുമാനിച്ചതാണ്. Everything was going good visibly from outside. പുറമേ നോക്കുമ്പോൾ എല്ലാ കാര്യവും നന്നായിട്ട് പോയി. But inside he was breaching the limits of consecration. എന്നാൽ തന്റെ ഉള്ളിലെ ദൈവത്തോടുള്ള സമർപ്പണത്തിന്റെ പരിമിതികൾ താൻ ലംഘിച്ചുകൊണ്ടിരുന്നു. You may be going to church every Sunday. എല്ലാ ഞായറാഴ്ചയും ഒരുപക്ഷേ നീ ആരാധനയ്ക്ക് കടന്നു പോകുന്നു. You may be part of the mission activities of your community. നിങ്ങളുടെ സമൂഹത്തിലെ സുവിശേഷ വേലയിൽ പങ്കാളിയായിരിക്കാം നീ. You may be good at taking Bible studies. ബൈബിൾ സ്റ്റഡി നടത്തുന്നതിൽ നീ വളരെ കഴിവുള്ളവനായിരിക്കും. You can be powerful in your loud prayer before people. മറ്റുള്ളവരുടെ മുമ്പാകെ ഉറക്കെ പ്രാർത്ഥിക്കുന്നതിൽ നീ ഏറെ കഴിവുള്ളവനായിരിക്കും. You could be the best anointed singer around. ചുറ്റുപാടുമുള്ളതിൽ ഏറ്റവും നല്ല പാട്ടുകാരൻ നീ ആയിരിക്കും. Give you a guitar and you can make everybody emotionally ecstatic with your songs. നിന്റെ കരത്തിൽ ഒരു ഗിത്താർ കിട്ടിയാൽ എല്ലാവരെയും വികാരത്തോടുകൂടെ പാടുവാൻ അനുവദിക്കുന്ന രീതിയിലുള്ള പാട്ടുകൾ നീ പാടിയേക്കാം. Within you is there breach of the consecration that you had offered to the Lord. നീ എന്നാലും നിന്റെ ജീവിതത്തിൽ ദൈവത്തോടുള്ള സമർപ്പണത്തെ തടയുന്നതായ പരിമിതികൾ ലംഘിക്കുന്ന അനുഭവം നിന്റെ ജീവിതത്തിന്റെ ഉള്ളിലുണ്ടോ? You know, you were supposed to be a legend in history. ചരിത്രത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി നീ മാറേണ്ടതായിരുന്നു. But you have become a
punchline for the enemies to mock at you. എന്നാൽ ഇവിടെ ഇതാ ശത്രുക്കൾ നിന്നെ പരിഹസിക്കുന്ന ഒരു പരിഹാസ കഥാപാത്രമായി നീ മാറി. No, you were the one who was singing, the Lord prepares table for me before my enemies. എന്റെ ശത്രുക്കളുടെ മുമ്പാകെ ദൈവമേ എനിക്കൊരു വിരുന്നൊരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരുന്നു നീ. But because you have breached your consecration, you have become a laughing stock before people on whom you should have been victory. എന്നാൽ നിന്റെ സമർപ്പണത്തിന്റെ പരിധി ലംഘിച്ചതുകൊണ്ട് ഇവിടെ ഇതാ ശത്രുക്കളുടെ മുമ്പാകെ നീ ഇപ്പോൾ വെറും ഒരു ഹാസ്യപാത്രമായി മാറി. So let me warn you, if you allow sin to grow in your hearts, my dear brothers and sisters, be careful that you may be degraded in your life. അതുകൊണ്ട് പ്രിയ സഹോദര സഹോദരി, നിന്റെ ഉള്ളിലെ പാപം വളരുവാനായി നീ അനുവദിക്കുന്നുവെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഒരുപക്ഷെ നീ ഹീനതയിലേക്ക് തകർച്ചയിലേക്ക് കടന്നു പോകും. This breach of consecration in your life, ഇവിടെ ഇതാ സമർപ്പണത്തിന്റേതായ പരിമിതികൾ it has the power to defeat you in your life. അത് നിന്റെ ജീവിതത്തെ പരാജയപ്പെടുത്തുവാനുള്ള It can degrade you in life. അത് നിന്റെ ജീവിതത്തെ തകർച്ചയിലേക്ക് It കൊണ്ടുവരാം. can diminish the prospects in your life. നിന്റെ ജീവിതത്തിലെ വളർച്ചയ്ക്കുള്ളതായ കാര്യങ്ങളെ അത് ഇല്ലായ്മ It ചെയ്യാം. can demoralize you in life. അത് നിന്റെ ജീവിതത്തിലെ അധാർമികതയിലേക്ക് കൊണ്ടുവരും. You know, but God is a God of restoration. എന്നാൽ ദൈവം പുനഃസ്ഥാപനത്തിന്റെ ദൈവമാണ്. God's glory was diminished because of this person. ഇവിടെ ഇതാ ശിംശോൻ മൂലം ദൈവത്തിന്റെ മഹത്വത്തിനും കുറവുണ്ടായി. As a person he is degraded, ഒരു വ്യക്തി എന്ന നിലയിൽ തനിക്ക് തകർച്ച. and also the God to whom he was consecrated, he was also degraded. ഇവിടെ ഇതാ അവൻ ആർക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടോ ആ ദൈവത്തിന്റെ മഹത്വത്തിനും കുറവുണ്ടായി അവിടെ. You know, look at a person who should be in action for the Lord. ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടതായ വ്യക്തിയെ നോക്കുക. Look at where he is in action today. എന്നാൽ ഇന്ന് അവൻ എവിടെ ആയിരിക്കുന്നു എന്ന് He is നോക്കുക. in front of the Dagon where he doesn't want to be. ദാഗോന്റെ മുമ്പിൽ അവൻ ഒരിക്കലുമായി തീരരുതാത്ത ദാഗോന്റെ മുമ്പിൽ. He should be having the procession of victory in his community. Today he is in shackles in midst of his enemies. തന്റെ സമൂഹത്തിന്റെ മുമ്പിൽ വിജയശ്രീലാളിതനായി പോകേണ്ടവന് ബന്ധിക്കപ്പെട്ടവനായി ശത്രുവിന്റെ മുമ്പിലായിരിക്കുന്നു. People should be applauding him. Today people are jeering at him, mocking at him. ആളുകൾ അവന് വേണ്ടി കൈയടിക്കേണ്ട ഇടത്ത് ഇന്ന് ജനങ്ങൾ അവനെ പരിഹസിക്കുന്ന അനുഭവത്തിലേക്ക്. Why? എന്തുകൊണ്ട് സംഭവിച്ചു? I don't say Delilah is the problem. ദലീലയാണ് പ്രശ്നമെന്നല്ല ഞാൻ പറയുന്നത്. I don't say the character is the problem. സ്വഭാവമാണ് പ്രശ്നമെന്നല്ല ഞാൻ പറയുന്നത്. I say he didn't take his consecration seriously. അവന്റെ സമർപ്പണ ജീവിതത്തെ അവൻ ഗൗരവമായി കണ്ടില്ല. We people, brothers and sisters, we are a separated generation. പ്രിയ സഹോദര സഹോദരി, നാം വേർപാട് പാലിക്കേണ്ടതായ ഒരു സമൂഹമാണ്. It's not only when Satan comes to attack us we claim, Lord, we are a separated generation. ശത്രു നമ്മെ ആക്രമിക്കാൻ വരുമ്പോൾ മാത്രമല്ല ദൈവമേ ഞങ്ങൾ വേർപെട്ട ജനമാണെന്ന് നാം പറയേണ്ടത്. When we have problems with our jobs, when we don't get admission in our academic universities, that is not the time where we look to the Lord and say, Lord, I am under attack. നമ്മുടെ ജോലിയിലെ പ്രൊമോഷൻ കിട്ടാത്തപ്പോഴോ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്കൂളിൽ അഡ്മിഷൻ കിട്ടാത്തപ്പോഴോ മാത്രമല്ല ദൈവമേ ഞങ്ങൾ ആക്രമണത്തിന്റെ കീഴിലായിരിക്കുന്നു ദൈവത്തോട് പറയേണ്ടത്. Lord says you are a chosen generation. ദൈവം നമ്മോട് പറയുന്നു നീ വിളിച്ചു വേർതിരിക്കപ്പെട്ട ജനമാണ്. You are a royal priesthood. നീ ഒരു രാജകീയ പുരോഹിത വർഗ്ഗമാണ്. From the time you came into this world you are separated for me. നീ ഈ ഭൂമിയിലേക്ക് ജനിച്ച ദിവസം മുതൽ നീ എനിക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ടവനാണ്. I paid the highest possible cost for buying you into my family. എൻ്റെ കുടുംബത്തിലേക്ക് നിന്നെ വാങ്ങുവാനായി എനിക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ വിലയാണ് ഞാൻ കൊടുത്തത്. To adopt you into my family, to bridge you with my branches, I sent my only begotten son. നിന്നെ എൻ്റെ ഭവനത്തിലേക്ക് ദത്തെടുക്കുവാനായി ഞാൻ എൻ്റെ ഏകജാതനായ പുത്രനെയാണ് നിനക്ക് വേണ്ടി കൊടുത്തത്. But your act has brought my name down amongst other people. എന്നാൽ നിന്റെ പ്രവൃത്തി ഇതാ മറ്റുള്ളവരുടെ മുമ്പിൽ എൻ്റെ നാമത്തിന് വീഴ്ച വരുത്തി. Look at how people are talking about. ആളുകൾ ഇപ്പോൾ അവനെ പറ്റി പറയുന്നത് നോക്കുക. Even Pentecostals are doing this. This is what people are talking. ഇപ്പോൾ ആളുകൾ പറയുന്നത് ഇങ്ങനെയാണ്, ബെന്തിക്കോസുകാർ പോലും അത് ചെയ്യുന്നു. When we are in four walls we clap hands, we make loud noises. നാം നാല് മതിലുകൾ ചുവരുകൾക്കുള്ളിലാവുമ്പോൾ നാം കരയമടിക്കുകയും ഉറക്കെ പാടുകയും ശബ്ദം വെക്കുകയും ചെയ്യും. We act as if we are the only holy people in this world. ഈ ഭൂമിയിലെ ഏക വിശുദ്ധ കൂട്ടം നാം ആണെന്നുള്ള രീതിയിലാണ് നാം. But when Monday to Saturday we are interacting with people, എന്നാൽ തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ മറ്റുള്ളവരുമായി നാം ബന്ധപ്പെടുമ്പോൾ we don't keep the standards of consecration in our life. നമ്മുടെ ജീവിതത്തിലെ വിശുദ്ധീകരണത്തിന്റെ മാനദണ്ഡങ്ങൾ നാം പാലിക്കുന്നില്ല. We eat everything possible by people.
നാം എന്തും കഴിക്കുവാനുള്ളതായ തയ്യാറെടുപ്പ്. We do everything that everybody else does. മറ്റുള്ളവർ ചെയ്യുന്ന എന്തും നാമും ചെയ്യുന്നത് അനുഭവം. We think that doing them nothing happens. അത് ചെയ്യുന്നത് കൊണ്ട് ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല എന്ന് നാം വിചാരിക്കുന്നു. I am not here to prescribe you any kind of do's and don'ts. ഇത് ചെയ്യരുത് അത് ചെയ്യരുത് എന്ന് നിങ്ങളെ പഠിപ്പിക്കുവാനല്ല ഞാൻ ഇവിടെ But ശ്രമിക്കുന്നത്. between you and the Lord. എന്നാൽ നീയും നിന്റെ ദൈവവുമായി. Don't look into the traditions, but look at the principles of the scripture that we have. പാരമ്പര്യത്തിലേക്കല്ല നോക്കേണ്ടത്, വേദപുസ്തകത്തിലുള്ളതായ തത്വങ്ങളിലേക്ക് നിങ്ങൾ നോക്കുക. Honey is good for everybody, Samson, everybody, honey is good for everybody. ശിംശോനെ, തേൻ എന്ന് പറയുന്നത് എല്ലാവർക്കും നല്ലതാണ്. You can also eat. നിനക്കും അത് കഴിക്കാവുന്നതാണ്. But then there is a standard of honey that you can eat. എന്നാൽ നിനക്ക് കഴിക്കാവുന്ന ഹണിയുടെ തേനിന്റേതായ ഒരു മാനദണ്ഡമുണ്ട്. You can get in touch with any kind of people in this world. നിനക്ക് ഈ ഭൂമിയിലുള്ള ആരുമായി ബന്ധപ്പെടുവാൻ കഴിയില്ല. But then you are being a consecrated person. You have certain parameters for which you can do that. എന്നാൽ നീ ഒരു വിശുദ്ധീകരിക്കപ്പെട്ട വ്യക്തി എന്നുള്ള നിലയിൽ നീ പാലിക്കേണ്ടതായ ചില അളവുകോലുകളുണ്ട്. അതിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നിനക്ക് ചെയ്യുവാൻ കഴിയും. Remember, you are doing certain tasks which nobody else is doing in this world. നീ ഓർക്കുക, ഈ ലോകത്ത് മറ്റാർക്കും ചെയ്യാൻ കഴിയാത്ത ചില പ്രവൃത്തികളാണ് നിനക്ക് ചെയ്യുവാനുള്ളത്. You don't need an ammunition to fight against your enemy. നിന്റെ ശത്രുക്കളെ തോൽപ്പിക്കുവാനായി വലിയ ആയുധവർഗ്ഗം നിനക്ക് ആവശ്യമില്ല. You don't need your arms to fight your enemies. നിന്റെ ശത്രുവിനോട് എതിർക്കുവാനായി നിന്റെ കരങ്ങളെ നിനക്ക് ആവശ്യമില്ല. Just because you are consecrated to the Lord, നീ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടവനായിരുന്നതുകൊണ്ട്, you become a channel of God's omnipotence to flow through your life. നീ ദൈവത്തിന്റെ സർവശക്തി ഭൂമിയിലേക്ക് ഒഴുകുവാനുള്ള ഒരു മാനദണ്ഡം, ഒരു മാർഗം മാത്രമായി മാറി. Brother and sister, let me warn you today morning. സഹോദര സഹോദരി, ഞാൻ നിങ്ങളെ ഇന്ന് രാവിലെ ഒരു മുന്നറിയിപ്പ് Your തരട്ടെ. high pedestal job is not your hard work. നിന്റെ ഉന്നതമായ ജോലി എന്ന് പറയുന്നത് നിന്റെ കഴിവ് കൊണ്ടുള്ളതല്ല. Brother and sister, your studying in the best of the college is not because of your strength. സഹോദര സഹോദരി, നീ ഏറ്റവും ഉന്നതമായ കോളേജിൽ പഠിക്കുന്നത് നിന്റെ കഴിവ് കൊണ്ടല്ല. You are blessed to be a blessing to your community. നീ അനുഗ്രഹിക്കപ്പെട്ടത് സമൂഹത്തിന് ഒരു അനുഗ്രഹമാവാനാണ്. Now, how you bless, that is your thing to look into. നീ എങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടു എന്നുള്ളത് നീ തന്നെ മനസ്സിലാക്കണം. But I am here to tell you, you are blessed to bless the community. എന്നാൽ എനിക്ക് നിന്നോട് പറയുവാനുള്ളത്, നീ അനുഗ്രഹിക്കപ്പെട്ടത് സമൂഹത്തെ അനുഗ്രഹിക്കുവാനാണ്. So it was a time of restoration. അതുകൊണ്ട് അത് പുനഃസ്ഥാപനത്തിൻ്റെതായ ഒരു സമയം. It was a time of reproach. അത് വീണ്ടും നാണക്കേടിന്റെ ലജ്ജയുടേതായ ഒരു സമയമായി. It was a time of retaliation, and I wind up in 5 minutes. അത് പ്രതികാരത്തിൻ്റെതായ ഒരു സമയമായിരുന്നു. You know, Samson got a desire. ശിംശോന്റെ ഉള്ളിൽ ഒരു ആഗ്രഹമുണ്ട്. Now, Lord, I have done wrong. ദൈവമേ, ഞാൻ തെറ്റ് ചെയ്തു. When he realized that before the Lord, താൻ ദൈവത്തിന്റെ മുമ്പാകെ മനസ്സിലാക്കി, God is still faithful to take him back. അവനെ ഇന്നും മടക്കി കൊണ്ടുവരുവാൻ ദൈവം വിശ്വസ്തനാണ്. You know, God looks for an avenue to restore you back to the glory for which he intended on you. നിന്റെ മേലെ ദൈവം ആഗ്രഹിക്കുന്ന മഹത്വം മടക്കി തരുവാനായി നിന്നെ പുനഃസ്ഥാപിക്കുവാൻ ദൈവം ഒരു മാർഗം അന്വേഷിക്കുന്നു. You know, sometimes guilt keeps us away from the Lord. പലപ്പോഴും കുറ്റബോധമാണ് നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റി നിർത്തുന്നത്. I have seen several people, anyway I have done wrong, I don't know if I can make it good in my life. ചിലർ പറയാറുണ്ട്, ഞാൻ ഏതായാലും പാപം ചെയ്തു പോയി, ഇനി എന്റെ ജീവിതത്തിൽ നന്മ ചെയ്യുവാൻ കഴിയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. Every 31st December I make decision and I break it, so now on I would not make any decision. എല്ലാ 31-ാം തീയതി ഞാൻ തീരുമാനമെടുക്കും, അത് കഴിഞ്ഞാൽ അത് ലംഘിക്കും, അതുകൊണ്ട് ഇനി ഞാൻ That is not the approach that we need to have. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതായ നടപടികൾ അങ്ങനെ ആയിരിക്കരുത്. Are you harboring any kind of bitterness in your heart? നിന്റെ ഹൃദയത്തിൽ നീ ഏതെങ്കിലും രീതിയിലുള്ളതായ കയ്പ് സൂക്ഷിക്കുന്നുണ്ടോ? Any kind of bitterness against any individual in this world? ഈ ഭൂമിയിലുള്ള ഏതെങ്കിലും വ്യക്തികൾക്കെതിരായി നിന്റെ ജീവിതത്തിൽ നീ കയ്പ് സൂക്ഷിക്കുന്നുണ്ടോ? I remember yesterday evening Pastor Sam very powerfully made a statement. ഇന്നലെ വൈകിട്ട് പാസ്റ്റർ സാം വളരെ ശക്തമായി പറഞ്ഞ ഒരു പ്രസ്താവനയാണ്. You know, days are coming to an end. ദിവസങ്ങൾ അതിന്റെ അന്ത്യത്തിലേക്ക് കടന്നു വരുന്നു. We may go from this world with all the bitterness in our heart. നാം ഈ ഭൂമിയിൽ നിന്ന് സകല കയ്പോടുകൂടെ കടന്നു പോകാൻ ഇടയാകുമോ? There is no time for restoration then. അത് കഴിഞ്ഞാൽ പിന്നീട് മടക്കി വരുവാനൊരു സമയമില്ല. So today morning I'm imploring you, I'm trying to tell you that come back from those positions. അതുകൊണ്ട് ഇന്ന് രാവിലെ എനിക്ക് നിങ്ങളെ ഉത്സാഹിപ്പിക്കുവാൻ, നിങ്ങളോട് പ്രബോധിപ്പിക്കുവാനുള്ളത്, നിങ്ങൾ മടങ്ങി വരിക. Probably everybody around you thinks that you are a good believer. ഒരുപക്ഷെ നിന്റെ ചുറ്റുപാടുമുള്ളവരെല്ലാം നീ ഒരു നല്ല വിശ്വാസിയാണെന്ന് But in the presence of God you feel that you have breached your consecration. Brother and sister, come back to the Lord. എന്നാൽ ദൈവസന്നിധിയിലെ
നീ എടുത്ത സമർപ്പണത്തിൽ നിന്ന് നീ തെറ്റിപ്പോയിരിക്കുന്നു നീ മനസ്സിലാക്കുന്നുവെങ്കിൽ പ്രിയ സഹോദര സഹോദരി നീ മടങ്ങി വരിക. I want to tell you, your sin should not define who you are. നിന്റെ പാപമല്ല നീ ആരാണെന്നുള്ളതിനെ നിർവചിക്കേണ്ടത്. Your fall should not be where people remember you. നിന്റെ വീഴ്ചയല്ല നിന്നെ പറ്റി ആളുകൾ ഓർക്കേണ്ടത്. Your sin should not be the last word about you. നിന്റെ പാപമല്ല നിന്നെ പറ്റിയുള്ള അവസാന വാക്കായി മാറേണ്ടത്. So let me make an exhortation, come to God. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഒരു പ്രബോധനം പറയട്ടെ, ദൈവത്തിലേക്ക് മടങ്ങി വരിക. Come back to God, have a strong desire. Lord, I want to come back to you. ദൈവമേ നിന്നിലേക്ക് മടങ്ങി വരുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്, എനിക്കൊരു വലിയ ആഗ്രഹമുണ്ടെന്നൊരു ചിന്ത. Can this morning there be a prayer in some of you who are listening to me? Lord, once again, Lord, bring me back to you. അതുകൊണ്ട് ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്നവർ നിങ്ങളുടെ ഉള്ളിൽ ഒരു പ്രാർത്ഥന ഉണ്ടാകട്ടെ, ദൈവമേ എന്നെ ഒരിക്കൽ കൂടി നീ മടക്കി കൊണ്ടുവരണം. Probably God will give you a glory that you never had in your life. നിന്റെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകാത്ത ഒരു മഹത്വത്തിലേക്ക് ദൈവം നിന്നെ കൊണ്ടുവരും. And for that, probably this corona season where we are stuck in our homes, it could be the time of glory. അതിനുവേണ്ടി ആയിരിക്കാം ഒരുപക്ഷെ നാം ഭവനത്തിൽ ഈ ദിവസങ്ങളിലായിരിക്കുന്നത്, ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുവാൻ. Samson, before his hair was cut, he killed 1,030 Philistines. തന്റെ തലമുടി മുറിക്കുന്നതിന് മുമ്പേ താൻ 1030 ഫിലിസ്ത്യരെ കൊന്നിരുന്നു. But when he died, he killed 3,000 Philistines. എന്നാൽ താൻ മരിച്ച ദിവസം 3000 ഫിലിസ്ത്യരെ തോന്നുന്നു. I mean, he desired that, Lord, once again, Lord, I want to come back to the consecration that I had. തന്റെ ഉള്ളിലെ ആഗ്രഹം, ദൈവമേ ഒരിക്കൽ കൂടി എന്റെ സമർപ്പണത്തിലേക്ക് എനിക്ക് മടങ്ങി വരണം. So I end up by saying that the price of sin is devastatingly high. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, പാപത്തിൻ്റെതായ വില എന്ന് പറയുന്നത് അത് വലിയതാണ്. Don't allow sin to rule your life. നിന്റെ ജീവിതത്തെ നിയന്ത്രിക്കുവാനായി പാപത്തെ അനുവദിക്കരുത്. You know the bitterness that we have in our hearts, നമ്മുടെ ഉള്ളിലുള്ളതായ കയ്പിനെ പറ്റി the അറിയാമോ? consecration that we should be maintaining in our lives, നമ്മുടെ ജീവിതത്തിൽ നാം കാത്തു സൂക്ഷിക്കേണ്ടതായ സമർപ്പണം, whereby we become a blessing to many. അങ്ങനെ നാം അനേകർക്ക് അനുഗ്രഹമായി മാറും. Let me tell you, each of you who are listening to me this morning, ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരോട് ഞാൻ പറയാം, you are chosen to be salt and light where God has positioned you. നിങ്ങളെ എവിടെ ദൈവമാക്കിയിരിക്കുന്നു അവിടെ നിങ്ങളെ ഭൂമിയുടെ ഉപ്പും വെളിച്ചവുമായി മാറുവാനാണ്. God has consecrated you much before your birth. നിന്റെ ജനനത്തിന് മുമ്പേ തന്നെ ദൈവം നിന്നെ വേർതിരിച്ചതാണ്. But remember, you are consecrated. നീ വേർതിരിക്കപ്പെട്ടവനാണെന്ന് നീ ഓർക്കുക. Don't allow anything to breach the consecration on your life. നിന്റെ ജീവിതത്തിലെ വേർപാടിന്റെ അനുഭവത്തെ തകർക്കുന്ന ഒരു അനുഭവത്തിലേക്ക് നീ കടന്നുപോയി. I didn't speak any of these things to offend anybody who has listened to me. കേൾക്കുന്ന ആർക്കെങ്കിലും പ്രയാസമുളവാക്കുവാനല്ല ഞാൻ ഇത് പറയുന്നത്. But this is the message that God put in my heart. എന്റെ ജീവിതത്തിൽ ദൈവം, എന്റെ ഉള്ളിൽ ദൈവം തന്നതായ സന്ദേശമാണ്. That take certain things very seriously in our lives. നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ഏറ്റവും ഗൗരവമായി നാം കാണണം. Our consecration is what makes us what we are. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ട അനുഭവമാണ് നാം ആരായിരിക്കുന്നു It's not the talents that we display to the people. മറ്റുള്ളവരുടെ മുമ്പിൽ നാം കാണിക്കുന്ന കഴിവല്ല. It's not the big house that we have which becomes our big address. നമ്മുടെ വലിയ വീടല്ല നമ്മുടെ മേൽവിലാസമായി മാറുന്നത്. The car in which we ride is not what we are. നമ്മൾ ഓടിക്കുന്ന വാഹനമല്ല നാം ആരാണെന്ന്. God knows who we are. ദൈവം അറിയുന്നു നാം ആരാണെന്ന്. And he says your consecration is what makes you who you are. അവൻ പറയുന്നു നീ എനിക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ടതാണ്, നീ ആരാണെന്നുള്ളതിന്റെ. Samson, when the consecration was removed from your life, you became a fool in the world. ശിംശോനെ നിന്റെ ജീവിതത്തിൽ നിന്നുള്ളതായ ആ വേർപാടിന്റെ അനുഭവം മാറിക്കഴിഞ്ഞപ്പോൾ ലോകത്തിൽ നീ ഒരു പരിഹാസപാത്രമായി മാറി. Brothers and sisters, before God removes that consecration or the impact of it from your life, let's come back to the Lord and say, Lord, here I am. പ്രിയ സഹോദര സഹോദരി, ആ വേർപാടിൻ്റെതായ ഇമ്പാക്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവം എടുത്തു മാറ്റുന്നതിന് മുമ്പേ മടങ്ങി വന്ന് ദൈവത്തോട് പറയുക, ദൈവമേ ഇതാ ഞാൻ. Let's look to the Lord in prayer. ദൈവ മുഖത്തേക്ക് നോക്കി നമുക്ക് പ്രാർത്ഥിക്കാം.